ഒൻപതാമത്തെ മന്ത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അതിന്റെ ഭാഷ്യമാണ്. ഇവിടെ പറഞ്ഞത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കുകയായിരുന്നു. വിദ്വാനും അവിദ്വാനും. ജ്ഞാനിക്ക് സർവകർമ്മ സന്യാസം, അജ്ഞന് കർമാനുഷ്ഠാനം. അതിൽ രണ്ട് മാർഗങ്ങൾ, രണ്ട് നിഷ്ഠകൾ അതിനിവിടെ വ്യക്തമായി കാണിച്ചു. അത് കഴിഞ്ഞിവിടെ ജ്ഞാനവും കർമ്മവും രണ്ടും ഒരു തരത്തിലും സമന്വയിപ്പിക്കാൻ, സമുച്ചയിക്കാനും സാധ്യമല്ല എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏതിനെ ഏതിനോട് സമന്വയിപ്പിക്കാമെന്നുള്ളതാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് തത്രച യസ്യ ഏന സമുച്ചയം. നമ്മളത് കഴിഞ്ഞ ദിവസം വായിച്ചാണ്. സംഭവതി ന്യായതഃ ശാസ്ത്രതോ തദിഹ ഉച്യത്തെ. സമുച്ചയം ഏതിനെ ഏതിനോടാകാം എന്നാണ്. യസ്യ ഏന സമുച്ചയ സംഭവതി. ഏതൊന്നിനോട് സമുച്ചയിപ്പിക്കാം. എങ്ങനെ? ന്യായതഃ ശാസ്ത്രതോ യുക്തി കൊണ്ട് അല്ലെങ്കിൽ ശാസ്ത്രം കൊണ്ട്. തദിഹ ഉച്യത്തെ. അതാണ് ഇവിടെ പറയുന്നത്. ഏതിനെ സമുച്ചയിക്കാൻ പാടില്ല എന്നുള്ള നേരത്തെ പറഞ്ഞു. ദൈവം വിത്തം ദേവതാവിഷയം ജ്ഞാനം കർമ്മസംബന്ധിത്വേന ഉപന്യസ്തം ന പരമാത്മജ്ഞാനം. സമുച്ചയത്തെക്കുറിച്ച് പറയുകയാണ് ഇവിടെ. ദൈവം വിത്തം. ദൈവം എന്ന് പറഞ്ഞാൽ ദേവത, വിത്തം എന്ന് പറഞ്ഞാൽ ഉപാസന. ദൈവം വിത്തം, അതാണ് അടുത്ത് വിശദീകരിക്കുന്നത്. ദേവതാവിഷയം ജ്ഞാനം, ദേവത ഉപാസന. ഇവിടെ പ്രധാനമായിട്ടും ദേവത എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭ ഉപാസന അത് കർമ്മസംബന്ധിത്വേന ഉപന്യസ്തം, കർമ്മവുമായി ബന്ധപ്പെടുത്തി അതിനെ നിർദ്ദേശിച്ചിരിക്കുന്നു. കർമ്മപ്രകരണത്തിലാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. എന്നാ പരമാത്മജ്ഞാനം, പരമാത്മജ്ഞാനത്തെ കർമ്മവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടില്ല. അശ്വമൻ ദേവത ഉപാസനയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ കർമ്മവുമായിട്ട് സമുച്ചയിക്കാം എന്നാണ്. വിദ്യയാ ദേവലോക ഇതി പൃഥക് ഫലശ്രവണ. വിദ്യയ ഉപാസന കൊണ്ട് ദേവലോകപ്രാപ്തി. വിദ്യ എന്ന് വെച്ചാൽ ഇവിടെ ഉപാസന, ജ്ഞാനമല്ല. വിദ്യ കൊണ്ട് ദേവലോകപ്രാപ്തി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ ഒരു പ്രകരണത്തിൽ പറയുകയും അതിന് രണ്ടിനും വ്യക്തമായി പ്രത്യേക ഫലത്തെ നിർദ്ദേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ സമുച്ചയിക്കാമെന്നാണ് ഒരു നിയമം. ഇവിടെ കർമ്മത്തിന്റെ പ്രകരണത്തിൽ തന്നെ ഉപാസനയും പറയുന്നുണ്ട്. വേദത്തിൽ കർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്ത് അവിടെ കർമ്മത്തിന്റെ ഫലം പ്രത്യേകം പറയുന്നുണ്ട്, ഉപാസനയുടെ ഫലവും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും സമുച്ചയിക്കാം. സമുച്ചയിക്കുന്നതിന് ദോഷമില്ല എന്നാണ്. കർമ്മത്തെയും ഉപാസനയും തയോർ ജ്ഞാനകർമ്മണോർ ഇഹ ഏകൈക അനുഷ്ഠാന നിന്ദ സമുച്ചിതീഷയ നിന്ദാപര ഏവ. ഇവിടെ എന്താണ് പറയുന്നത്? കർമ്മത്തെ ഉപാസനയാണ്. തയോഹോ ജ്ഞാനകർമ്മണോഹോ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപാസന. ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നുള്ള പ്രസിദ്ധമായ അർത്ഥം എടുക്കേണ്ടത് ഉപാസനയാണ്. ഇവിടെ ജ്ഞാനകർമ്മണോഹോ, അതായത് ഉപാസനയും കർമ്മവും. ഇഹ ഏകൈക അനുഷ്ഠാനം എന്താ? ഇവിടെ എന്താണ് അന്ധം തമപ്രവിശന്തി എന്ന് പറഞ്ഞു പറയുന്നത്? ഇവിടെ എന്താണ് അവിടെ പറയുന്നത്? ഓരോന്നിന്റെയും പ്രത്യേകമായിട്ടുള്ള അനുഷ്ഠാനത്തെ നിന്ദിക്കുകയാണ്. അത് പാടില്ല എന്ന് പറയുകയാണ്. ഏകൈക അനുഷ്ഠാന നിന്ദയാണ്. എന്നാൽ കേവലമായ കർമ്മമോ കേവലമായ ഉപാസനയോ പാടില്ല എന്നാണ്. ഏകൈക അനുഷ്ഠാന നിന്ദ. ഇവിടെ കർമ്മം ഉപാസന എന്നെല്ലാം പറയുമ്പോൾ നമ്മളെ തലത്തിൽ നിന്ന് ചിന്തിക്കരുത്. ഇവിടെ പറയുന്നത് വൈദികമായ കർമ്മങ്ങളും വൈദിക ഉപാസനകളുമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് മനസ്സിലാക്കാൻ. ഏകൈക അനുഷ്ഠാനം എന്താ? കേവലമായ അഗ്നിഹോത്രാദി കർമ്മങ്ങളോ കേവലമായ ഹിരണ്യഗർഭ ഉപാസന, പ്രാണോപാസന പോലുള്ള ഉപാസനകളോ ചെയ്യരുതാണ് നിന്ദിക്കുകയാണ്. എന്തിന്? സമുച്ചിതീഷയ, സമുച്ചയിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് അനുഷ്ഠിക്കേണ്ടതാണ്. ന നിന്ദാപര ഏവ. അല്ലാതെ ഇതൊന്നും പാടില്ല എന്ന് പറയല്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കർമ്മം പാടില്ലെന്നോ ഉപാസനകൾ പാടില്ലെന്നോ
പറയുകയല്ല. എന്നാ നിന്ദാപര ഏവ, നിനക്ക് നിഷേധിക്കാൻ വേണ്ടി നിഷേധിക്കുകയല്ല. വേദത്തിൽ പ്രധാനമായി വരുന്ന ഈ 3 ഭാഗങ്ങളാണ്. ഒന്ന് കർമ്മകാന്ഡം, മറ്റൊന്ന് ഉപാസനാകാന്ഡം, മറ്റൊന്ന് ജ്ഞാനകാന്ഡം. അപ്പൊ അതിൽ ഏതിനെങ്കിലും ഒന്നിനെ നിന്ദിക്കുകയല്ല. എന്നാ നിന്ദാപര ഏവ, നിന്ദിക്കുകയല്ല. എന്തുകൊണ്ട്? ഏകൈകസ്യ പൃഥക് ഫലശ്രവണ, ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം തന്നെ ഫലശ്രവണ, ഫലത്തെ വേദത്തിൽ പറയുന്നുണ്ട് എന്നാണ്. ഇവിടെ പ്രധാനമായിട്ട് കർമ്മത്തിനും ഉപാസനയ്ക്കും പ്രത്യേക ഫലത്തെ പറയുന്നുണ്ട്. കർമ്മത്തിന്റെ ഫലം വേറെയാണ്, ഉപാസനയുടെ ഫലം വേറെയാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് പ്രത്യേകം അനുഷ്ഠിക്കരുത്, ഇത് രണ്ടും ഒരുമിച്ച് വേണം അനുഷ്ഠിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അത് പറയാൻ വേണ്ടി ആണ് ഓരോന്നിനും ഇവിടെ നിന്ദിക്കുന്നത്, അല്ല ഒന്നിനെ നിന്ദിക്കാൻ വേണ്ടിയിട്ടല്ല എന്നർത്ഥം. അടുത്ത് പറയുന്നത് വിദ്യ തദാരോഹന്തി, വിദ്യ ദേവലോക, ഉപാസനയുടെ ഫലം പറയുകയാണ്. വിദ്യ എന്ന് പറയുന്നത് ഉപാസനയാണ്. ഉപാസന എന്നുള്ള അർത്ഥത്തിൽ വിദ്യാശബ്ദം പല ഭാഗങ്ങളിലും പ്രയോഗിച്ചിട്ടുണ്ട് വേദത്തിൽ. ആ വിദ്യ, ആ ഉപാസന കൊണ്ട് തദാരോഹന്തി, അതിന്റെ ഫലത്തെ പ്രാപിക്കുന്നു. അതിന്റെ പരമമായ ഫലം എന്ന് പറയുന്നത് ഹിരണ്യഗർഭ പദപ്രാപ്തി. ഹിരണ്യഗർഭ പദപ്രാപ്തിയാണ് അതിന്റെ ഫലം, അതിന്റെ അന്തിമമായ ഫലം. അണിമാതി ഐശ്വര്യപ്രാപ്തി തുടങ്ങിയ ഫലങ്ങളുണ്ട്. എന്നാലും അന്തിമമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് ആ ഹിരണ്യഗർഭ പദപ്രാപ്തിയാണ്. അപ്പൊ ഉപാസനയുടെ ഫലം അത് പറയുന്നു. ഉപാസനയിലൂടെ ഒരു ജീവൻ നേടാമെന്നുള്ള അങ്ങേ അറ്റത്തെ സ്ഥാനം അതാണ്, ഹിരണ്യഗർഭസ്ഥാനം. അടുത്ത കൽപ്പത്തിൽ ഹിരണ്യഗർഭനായി വരിക. വിദ്യയാ ദേവലോക പറയുന്നു. വിദ്യ കൊണ്ട് ദേവലോകത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം അതിന്റെ ഫലത്തെക്കുറിച്ച് പറയുകയാണ്. ഉപാസന കൊണ്ട് പല ഫലങ്ങൾ നേടാം, ആ ഫലങ്ങളെക്കുറിച്ചുകൂടെ പറയുകയാണ്. ന തത്ര ദക്ഷിണായാന്തി പറയുന്നു. ദക്ഷിണായാന്തി, ദക്ഷിണായന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ, ഗീതയിലും മറ്റും പറയുന്നു. ധൂമമാർഗം, അതിലൂടെ സഞ്ചരിക്കുന്നവരെന്താണ് അവിടെ എത്തിച്ചേരുന്നില്ല. അവർക്ക് ഈ ഹിരണ്യഗർഭലോകത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല. ദക്ഷിണ എന്ന് പറയുന്നത് കർമ്മികളെ, കേവല കർമ്മികളെ കുറിച്ച് പറയണം. ഉപാസനയില്ലാതെ, വൈദികമായ ഉപാസനകളൊന്നും അനുഷ്ഠിക്കാതെ വെറും കർമ്മങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദക്ഷിണ. കർമ്മണ പിതൃലോക, കർമ്മം കൊണ്ട് പിതൃലോകത്തെ പ്രാപിക്കുന്നു. കേവലമായ കർമ്മങ്ങളെ കൊണ്ട് പിതൃലോകത്തെയാണ് പ്രാപിക്കുന്നത്. നഹി ശാസ്ത്രവിഹിതം കിഞ്ചിത് അകർത്തവ്യതാം യാ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സെന്റൻസിൽ പറയുന്നത്. എന്താണ് ശാസ്ത്രവിഹിതം കിഞ്ചിത്? ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ള ഒരു കാര്യവും, കർമ്മമാകട്ടെ ഉപാസനയാകട്ടെ ഏതായാലും ശരി, അത് അകർത്തവ്യത നയ്യ, അതൊരിക്കലും അകർത്തവ്യമാകുന്നില്ല. എന്നുവെച്ചാൽ അതിനെ ഒരിക്കലും നിഷേധിക്കുന്നില്ല, അത് കർത്തവ്യമല്ലാതാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരി ഭേദമനുസരിച്ച് ഇതെല്ലാം കർത്തവ്യങ്ങളാണ് എന്നർത്ഥം. അപ്പൊ കർമ്മം അതും ചെയ്യാൻ വിധിക്കപ്പെട്ടവരത് ചെയ്യണം, ഉപാസനയും അതുപോലെ തന്നെ അതിന് അർഹരായവരത് ചെയ്യണം, തത്വജ്ഞാനത്തിന് അർഹതയുള്ളവർക്ക് അത്. അതുകൊണ്ട് ശാസ്ത്രത്തിൽ വിധിച്ചു പോയോ അഗ്നിഹോത്രം ജുഹുയാ, അഗ്നിഹോത്രം അനുഷ്ഠിക്കണം, സ്വർഗകാമ ചെയ്ത സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗം ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് കർമ്മങ്ങളെ വിധിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വിധിച്ചിട്ടുള്ള ഒരു കർമ്മവും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പിന്നെ പറയാൻ പറ്റത്തില്ല, അത് ചെയ്യേണ്ടത് തന്നെയാണെന്നർത്ഥം. അതുകൊണ്ട് ഈ അദ്വൈതം ജ്ഞാനം എന്ന് പറയുന്നത് കർമ്മകാണ്ഡത്തിന് എതിരാണ് എന്ന് നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്നത് അത് ശരിയല്ല. ശങ്കരാചാര്യര് കർമ്മകാണ്ഡത്തെ എതിർത്തിരിക്കുന്നത്, അതിനെ നിഷേധിച്ചിരിക്കുന്നത് ഒരംശത്തിനാണ്. എന്ത്? കർമ്മകാണ്ഡം മോക്ഷത്തിന് ഉപകരിക്കുന്നു, മോക്ഷത്തിന് അതാണ് മാർഗം എന്ന് പറയുന്നതിനാണ് എതിർത്തിരിക്കുന്നത്. കർമ്മകാണ്ഡത്തിന്റെ അനുഷ്ഠാനത്തെ എതിർത്തിട്ടില്ല. അതിവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? അത് വിധിച്ച കാര്യമാണ്, അതിനെ എതിർക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അദ്വൈത ജ്ഞാനവും വൈദിക കർമ്മവും അത് രണ്ടും ഒരു കാലത്ത് ഒരു വ്യക്തി ഒരുമിച്ച് അനുഷ്ഠിച്ച് അതിലൂടെ മോക്ഷം നേടാം എന്ന് പറയുന്ന ആ മാർഗത്തിനെയാണ്.
അങ്ങനെ വിശ്വസിച്ചിരുന്നവരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. ഈ പ്രധാനമായിട്ടും ഈ ഉപനിഷത്തുകൾക്ക് ശങ്കരാചാര്യർ ഭാഷ്യം എഴുതുന്നതിന് മുമ്പ് ഇതിന് ഒരു വൃത്തി, അതായത് ഒരു വ്യാഖ്യാനത്തിന് പറയുന്ന പേരാണ് വൃത്തി എന്ന് പറഞ്ഞ് ഒന്ന് എഴുതിയിരുന്നു. അതായത് ഒരു വ്യാഖ്യാനം എഴുതിയാണ് വൃത്തികാരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഭാസ്കരാചാര്യൻ എന്നാണ് അതിനെ പരാമർശിക്കുന്നത് ആചാര്യസ്വാമികളുടെ ഇതിന്റെ വ്യാഖ്യാനങ്ങൾ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തമായിരുന്നു ഇത്, ഈ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത് ഭാസ്കരാചാര്യരുടെ സിദ്ധാന്തമാണ്. അതായത് ഈ ശാങ്കരഭാഷ്യത്തിന്റെ പ്രധാനമായിട്ടുള്ള വ്യാഖ്യാനം എല്ലാ ഉപനിഷത്തുകൾക്കും, ഭാഷ്യത്തിനും ബ്രഹ്മസൂത്രത്തിനും എല്ലാം പ്രധാനമായിട്ടുള്ള ഒരു വ്യാഖ്യാനം ആനന്ദഗിരി ടീക എന്ന് പറയും. ആനന്ദഗിരി എന്ന് പറയുന്ന ഒരു ആചാര്യൻ എഴുതിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വ്യാഖ്യാനത്തിൽ ഈ വൃത്തികാരനെ പരാമർശിക്കുന്നുണ്ട്. മറ്റു വ്യാഖ്യാനങ്ങളിലും പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ഭാസ്കരാചാര്യൻ എന്ന് പറയുന്ന ഒരാൾ ഈ ഉപനിഷത്തുകൾക്കെല്ലാം ശങ്കരാചാര്യർക്ക് മുമ്പ് തന്നെ ഭാഷ്യം എഴുതിയിരുന്നു. അദ്ദേഹം ഇങ്ങനെ ജ്ഞാനകർമ്മ സമുച്ചയവാദിയായിരുന്നു. ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് അനുഷ്ഠിച്ച് മോക്ഷം നേടണം. അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമുച്ചയം എന്ന് പറയുന്ന ഒരു വിഷയത്തെ ശങ്കരാചാര്യർ ഇവിടെ പരാമർശിക്കുന്നത്, ഒരു പൂർവപക്ഷം എന്നുള്ള നിലയ്ക്ക്. അങ്ങനെയാണ് ഈ കർമ്മത്തെ എതിർക്കുന്നു എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ശങ്കരാചാര്യർ ഈ വൈദിക കർമ്മത്തെ അത് അനുഷ്ഠിക്കാൻ പാടില്ലെന്ന് അങ്ങനെ ഒരിക്കലും അതിനെ എതിർത്തിട്ടില്ല. അങ്ങനെ എതിർത്ത് കഴിഞ്ഞാൽ ശാസ്ത്രം തന്നെ, വേദം തന്നെ അപ്രാമാണ്യമായി പോകുമെന്ന് ശങ്കരാചാര്യർ പലയിടത്തും പറയുന്നുണ്ട്. ഇവിടെ തന്നെ പറയുന്ന അതാണ്. വേദത്തിൽ വിധിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ ശങ്കരാചാര്യർക്കെല്ലാം ആർക്കും അതിനെ പ്രാമാണ്യമായി സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ പിന്നെ എതിർക്കാൻ ഒക്കത്തില്ല. വേദത്തെ ഒരു പ്രമാണമായി സ്വീകരിക്കുകയും വേദത്തിന്റെ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതൊക്കെ അസംബന്ധമാണെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പറച്ചലിൽ വ്യാഘാതം, വൈരുദ്ധ്യം വരും. അതുകൊണ്ടൊരിക്കലും വേദത്തിൽ പറയുന്ന കർമ്മകാണ്ഡത്തെ ശങ്കരാചാര്യർ അതിനാവശ്യമാണെന്നോ അത് ചെയ്യാൻ പാടില്ലെന്നോ ഒന്നും വിധിക്കുന്നില്ല. മറിച്ച് നമ്മൾ സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാമെന്നുള്ളത് ഈ കർമ്മപ്രാമാണ്യത്തെയൊക്കെ ശങ്കരാചാര്യർ കൂടുതൽ ഉറപ്പിക്കുകയാണ് ചെയ്തു. കർമ്മപ്രാമാണ്യത്തെ എന്തുകൊണ്ട്? കാരണം ഈ പറയുന്ന തത്വജ്ഞാനത്തിന് അധികാരിയായിട്ട് പറയുന്നത് സാധന ചതുഷ്ടയ സമ്പത്തിയൊക്കെ വന്ന ആളിനെയാണ് ശങ്കരാചാര്യർ പറയുന്നത്. അങ്ങനെ സാധന ചതുഷ്ടയ സമ്പത്തിയൊക്കെ വന്ന ആളെന്ന് പറയുന്നത് വളരെ അപൂർവമായി കാണത്തുള്ളൂ. ഈ വൈദിക ധർമ്മ അനുഷ്ഠാനത്തിൽ ജീവിക്കുന്നവരിൽ തന്നെ വളരെ അപൂർവം പേരെ അങ്ങനെ യോഗ്യതയുള്ളവരുള്ളൂ. അങ്ങനെ യോഗ്യതയുള്ളവനാണ് ജ്ഞാനം പറഞ്ഞിരിക്കുന്നത്. സർവകർമ്മ സന്യാസത്തിന് യോഗ്യതയുള്ളവനെ അത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ശങ്കരാചാര്യർ നിഷ്കർഷിക്കുന്നത്. യോഗ്യതയില്ലാത്തവൻ അത് ചെയ്യാൻ പാടില്ലെന്നാണ്. അങ്ങനെ യോഗ്യതയുള്ളവരെ അന്വേഷിക്കുമ്പോൾ അങ്ങനെയുള്ളവർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു സമൂഹത്തിൽ വീണ്ടും പ്രാബല്യം കർമ്മത്തിനായിരിക്കും. സർവകർമ്മ സന്യാസത്തിനല്ല, കർമ്മത്തിനാണ്. കർമാനുഷ്ഠാനത്തിനാണ്. അതുകൊണ്ടാണ് അധികാരി ഭേദം. ഉത്തമാധികാരികളെന്നും കനിഷ്ഠാധികാരികളെന്നും തിരിച്ചിട്ട് ഉത്തമാധികാരികൾക്കാണ്. അത് ഗീതയുടെ ഭാഷ്യത്തിൽ മറ്റ് ശങ്കരാചാര്യർ വ്യക്തമായി പറയുന്നുണ്ട്. കർമാനുഷ്ഠാനം അത് തന്നെ കർമ്മയോഗമായിട്ടുള്ള അനുഷ്ഠാനം. ആ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി, ആ ചിത്തശുദ്ധിയിലൂടെ ജ്ഞാനപ്രാപ്തി, ആ ജ്ഞാനപ്രാപ്തിയിലൂടെ സർവകർമ്മ സന്യാസം എന്നാണ് പറഞ്ഞത്. ആ സർവകർമ്മ സന്യാസത്തിലൂടെ അയാൾ ജ്ഞാനനിഷ്ഠയിൽ ഉറയ്ക്കുന്നു എന്നാണ് ഗീതയിൽ തന്നെ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പൊ കർമ്മയോഗമായി കർമ്മയോഗം ആർക്ക്? അജ്ഞന്. അപ്പൊ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അയാൾ കർമ്മമണ്ഡലത്തിൽ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് കർമ്മയോഗത്തിനേ അധികാരമുള്ളൂ. അയാൾക്ക് ഈ പറയുന്ന സർവകർമ്മ സന്യാസത്തിന് അധികാരം വരണമെങ്കിൽ അയാൾക്ക് ചിത്തശുദ്ധി ഉണ്ടായി ജ്ഞാനപ്രാപ്തി ഉണ്ടായിട്ടേ ഉള്ളൂ. അപ്പൊ പിന്നെ ശങ്കരാചാര്യര് സർവകർമ്മ സന്യാസം അല്ലെങ്കിൽ അകർമ്മണ്യതയ്ക്ക് പ്രേരിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഈ ശാങ്കര സിദ്ധാന്തത്തെ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ട്, ഇതിൽ പരിശ്രമിക്കാത്തവരാണ് അത് പറയുന്നത്. ഇത് എത്രയോ ഭാഗങ്ങളിൽ ഇത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഗീതയുടെ 2-3 അധ്യായങ്ങളുടെ ഭാഷയൊക്കെ എടുത്ത് ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവും. അവിടെ ശക്തമായി തന്നെ ശങ്കരാചാര്യർ, അതായത് ഇത് ഈ സർവകർമ്മ സന്യാസം എന്നൊക്കെ പറയുന്നത് ഒരു ജനകീയ പ്രസ്ഥാനമൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ. അപ്പോൾ ജനകീയ ആസൂത്രണത്തിലൂടെ നടപ്പിലാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഇന്നത്തെ കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുമ്പോഴാണ് അതിൽ അബദ്ധം വരുന്നത്. അത് അപൂർവ വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ശങ്കരാചാര്യരുടെ ഈ
ദർശനം തന്നെ, അതായത് ഈ അദ്വൈത ദർശനം എന്ന് പറയുന്നത് കേവലം വ്യക്തിനിഷ്ഠമായ ഒരു കാര്യമാണ്. അപൂർവ വ്യക്തികൾക്ക് മാത്രം സാധ്യമായ ഒരു കാര്യമാണ്. പിന്നെ ശങ്കരാചാര്യർ കാണുന്ന സമൂഹം പോലും നമ്മൾ ഇന്ന് കാണുന്ന സമൂഹമല്ല. ചാതുർവർണ്ണയവും ചതുരാശ്രമവും ആ വ്യവസ്ഥിതിയിലുള്ള ഒരു സമൂഹത്തെ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കും. അതുകൊണ്ട് ആ ആശയം ശങ്കരാചാര്യർ വെളിപ്പെടുത്തിയ ആശയം അത് മനസ്സിലാക്കുന്നതിൽ വന്ന പെശകാണ് അങ്ങനെയുള്ള ആരോപണങ്ങൾ പറയുന്നത് ശങ്കരാചാര്യരുടെ പേരിൽ. അത് ഇനി വരുന്ന ഭാഗത്തും അത് വളരെ വ്യക്തമായി മനസ്സിലാവും. ഒരിക്കലും സർവകർമ്മ സന്യാസം എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് ശങ്കരാചാര്യർ ഉപദേശിക്കുന്നേ ഇല്ല. അത് അസാധ്യമാണ്. അധികാരിക്ക് മാത്രമേ അത് സാധ്യമാകൂ. അതുകൊണ്ടാണ് അധികാരി നിർണ്ണയം ആദ്യം വരുന്നത്. നമ്മൾ വേദാന്തം പഠിക്കുന്നിടത്ത് എവിടെ വേദാന്ത ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ ആദ്യം വരുന്ന അധികാരിയാണ്. അധികാരിയെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ അധികാരിയെക്കുറിച്ച് പറയുമ്പോൾ പറയും സാധന ചതുഷ്ടയ സമ്പന്നൻ എന്ന് പറയും. അപ്പൊ ആ സാധന ചതുഷ്ടയ സമ്പന്നനാണ് പിന്നീട് ജ്ഞാനവും മറ്റും വരുന്നത്. അപ്പൊ പിന്നെ സാധാരണ മനുഷ്യന് കർമ്മം ത്യജിക്കാൻ വേണ്ടി ശങ്കരാചാര്യർ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത് എന്തുമാത്രം അബദ്ധമാണ്. അങ്ങനൊരു കാര്യമേ വരുന്നില്ല. മറിച്ച് അവർക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങളും ഉപാസനകളും എന്നാണ്. പക്ഷെ അവിടെ കർമ്മങ്ങൾ ഉപാസന എന്ന് പറയുന്നിടത്തും ഇപ്പൊ കർമ്മം ത്യജിക്കാൻ പറഞ്ഞാലും നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ കർമ്മങ്ങൾ ത്യജിക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നു. കർമ്മം ത്യജിക്കാൻ പറഞ്ഞാൽ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ അത് ഉപേക്ഷിക്കുന്നു. ഉദ്യോഗം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ഫാക്ടറി പണിയെടുക്കുകയാണെങ്കിൽ അത് ത്യജിക്കുന്നു. എന്തെങ്കിലും ഉദ്യോഗം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ അത് ത്യജിച്ചിട്ട് സന്യാസത്തിന് പോകുന്നു. ഇങ്ങനെ ഒരു സന്യാസം ശങ്കരാചാര്യ സ്വപ്നം പോലും കണ്ടിട്ടുള്ള കാര്യമാണ്. കാരണം ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വൈദിക ധർമ്മത്തെ ത്യജിക്കാനാണ് പറഞ്ഞത് അധികാരിയായിട്ടുള്ളത്. അങ്ങനെ ഒരു ത്യാഗം എന്ന് പറയുന്നത് വൈദിക ധർമ്മം അനുഷ്ഠിക്കുന്നവല്ലേ പ്രസക്തമാകുന്നുള്ളൂ. ഇന്ന് ആരാധന അനുഷ്ഠിക്കുന്നത്? ശങ്കരാചാര്യർ പറയുന്ന വർണ്ണവ്യവസ്ഥിതിയും ആശ്രമവ്യവസ്ഥിതിയും നിലനിൽക്കുന്നിടത്ത് മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. ആ വർണ്ണവ്യവസ്ഥിതിയോ ആശ്രമവ്യവസ്ഥിതിയോ ഇന്ന് നിലവിലില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെ ശങ്കരാചാര്യർ പറയും. ഇത് കഴിഞ്ഞ് അടുത്ത മന്ത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ പറയും. അത് സ്വാഭാവികമായ കർമ്മങ്ങളാണ്, മനുഷ്യ സഹജമായി ചെയ്യുന്ന കർമ്മങ്ങൾ. ശാസ്ത്രം വിധിച്ച കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സഹജമായ കർമ്മങ്ങളെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയമായ കർമ്മങ്ങളെ സ്വീകരിക്കുക എന്നാണ്. ശാസ്ത്രം വിധിച്ച കർമ്മങ്ങളെ സ്വീകരിച്ചിട്ട് സ്വാഭാവിക കർമ്മങ്ങളെ ത്യജിക്കുക. എന്നിട്ട് ആ ശാസ്ത്രം വിധിച്ച കർമ്മങ്ങളെ സന്യാസത്തിലൂടെ ത്യജിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ആ ശാസ്ത്രം വിധിച്ച കർമ്മങ്ങൾ എന്തെന്ന് ആർക്കൊന്നും അറിയത്തില്ല, അതാരും അനുഷ്ഠിക്കുന്നുമില്ല. അതനുഷ്ഠിക്കാത്തടത്ത് പിന്നെ സന്യാസത്തിന് എന്താ? അങ്ങനെയുള്ള ഒരു സന്യാസത്തിന് യാതൊരു പ്രസക്തിയില്ല. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന സന്യാസത്തിൽ അത് വർണ്ണം ആശ്രമ വ്യവസ്ഥയിൽ മാത്രമേ അത് നടപ്പിലാകത്തുള്ളൂ. പിന്നെ സന്യാസം, ഇന്നുള്ള സന്യാസമോ, അത് ഇന്നുള്ള സന്യാസം എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യർ പറയുന്ന, അതായത് ഏത് ദർശനത്തിനും അതിൻ്റെ ഒരു ദാർശനികമായ ഒരു വശവും ഒരു അനുഷ്ഠാനത്തിന്റെ വശമുണ്ട്. എല്ലാ ദർശനങ്ങൾക്കും ഉണ്ട്. നമ്മൾ തിയറിയെന്നും പ്രാക്ടിക്കലെന്നും പറയുന്ന പോലെ അതുപോലെ ദർശനങ്ങൾക്കുണ്ട് അതിന്റെ ദാർശനികമായ ഒരു വശം. പിന്നെ മറ്റൊന്ന് അതിന്റെ പ്രായോഗിക വശം. ശങ്കരാചാര്യർ പറയുന്ന ദർശനം അദ്വൈത ദർശനം. ആ അദ്വൈത ദർശനത്തിന്റെ പ്രായോഗിക വശം എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് ഈ കാലത്തിന്റെ സൃഷ്ടിയാണ്. അത് ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസമാണ്. അത് ഈ കാലത്തിന്റെ സൃഷ്ടി, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആധുനിക കാലത്ത് ഉള്ള ആചാര്യന്മാര് ആ സന്യാസത്തെ പരിവർത്തനപ്പെടുത്തി നിർദ്ദേശിച്ചാണ് ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസമാണ്. ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസം ഒരാൾക്ക് അനുഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം വൈദിക കാലത്തിൽ പോയി ജീവിക്കണം. ഈ കാലം വിട്ടിട്ട് വൈദിക ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അത് പ്രായോഗികമല്ല. ഇനി ഒരിക്കലും ആ കാലം മടങ്ങി വരാനും പോകുന്നില്ല. പോയ കാലം തിരിച്ചു വരത്തില്ലല്ലോ. അടുത്ത യുഗത്തിൽ വരും. പ്രളയത്തിന് ശേഷം വീണ്ടും ഇതൊക്കെ ആവർത്തിക്കുമെന്നാണ്. ഈ പ്രളയം വരെ ഇനി അത് മടങ്ങി വരാൻ ഒക്കത്തില്ല. വീണ്ടും ഇതൊക്കെ ആവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. ധാത യഥാ പൂർവം അകൽപ്പയൻ, പഴയ സൃഷ്ടി പോലെ വീണ്ടും സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ കൽപ്പാന്തം മഹാപ്രളയത്തിന് ശേഷം വീണ്ടും സൃഷ്ടി ആരംഭിച്ച് തുടങ്ങുമ്പോഴേ ഈ വൈദിക കാലമൊക്കെ തിരിച്ചു വരത്തുള്ളൂ.
അല്ല പോയതൊന്നും തിരിച്ചു വരത്തില്ല. ഇനി നമ്മളെന്തൊക്കെ പരിശ്രമിച്ചാലും ശരി, പോയത് തന്നെ, അത് തിരിച്ചു വരും. കാലത്തിന് തിരിച്ച് സഞ്ചരിക്കാൻ ഒക്കത്തില്ല. കാരണം അത് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രളയത്തിലേക്കാണ് നമ്മുടെ വൈദികമായ കൽപ്പന അനുസരിച്ച്. അപ്പോൾ ഇനി ആ പ്രളയം വരെ ഇത് ഓരോഴുക്കലും മുമ്പോട്ട് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് വൈദികമായ ധർമ്മങ്ങളെയോ വ്യവസ്ഥിതികളെയോ ഒക്കെ പുനഃസ്ഥാപിക്കാമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമേ അല്ല. അതൊക്കെ പോയി, അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് അന്ന് ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസം ഇനി തിരിച്ചു വരത്തില്ല. പിന്നെ എന്താണ് നിലനിൽക്കുന്നത്? ശങ്കരാചാര്യർ പറഞ്ഞ ആശയങ്ങൾ നിലനിൽക്കും. അനുഷ്ഠാനങ്ങളെല്ലാം പോയി കാലം മാറിയതോടുകൂടി. ബാഹ്യമായ ആശയങ്ങൾ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ആശയങ്ങളെ കാലാനുസൃതമായി വ്യാഖ്യാനിക്കുകയും നടപ്പിലാക്കേണ്ടിയും വരും. അപ്പോൾ ഓരോ കാലത്തിനും യോജിച്ച രീതിയിൽ ആശയങ്ങളെ നടപ്പിലാക്കുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ സന്യാസവും മറ്റുമൊക്കെ വരുന്നത്. അതാത് കാലത്ത് വരുന്ന ആചാര്യന്മാരും നിർദ്ദേശിക്കുന്നതനുസരിച്ച് അനുഷ്ഠിക്കുക, അതാണ് മറ്റുള്ളവരുടെ കർത്തവ്യം. അതുകൊണ്ട് ഇതിനെയും കൂടെ നമ്മൾ കൂട്ടിക്കുഴയ്ക്കരുത്. ശങ്കരാചാര്യരുടെ ദർശനം, അത് ശങ്കരാചാര്യരുടെ അനുഷ്ഠാനം, അത് രണ്ടും വ്യത്യാസമുണ്ട്. കാരണം സമൂഹം മാറിപ്പോയതുകൊണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന വാക്യം വളരെ പ്രാധാന്യമുള്ളതാണ്. ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ള ഒന്നും തന്നെ അകർത്തവ്യത്വത്തെ പ്രാപിക്കുന്നില്ല. അതെന്തായാലും അനുഷ്ഠിച്ച് തന്നെ തീരണം. അത് അനുഷ്ഠിക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ. ശങ്കരാചാര്യ ജീവിച്ച് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, ശങ്കരാചാര്യർ ജീവിക്കുമ്പോൾ മനുഷ്യൻ ഇന്നത്തെ ഒരു കർമ്മമണ്ഡലമേ അല്ല. ശങ്കരാചാര്യർ കാണുന്ന ഈ വൈദിക അനുഷ്ഠാനങ്ങളും ആ വൈദിക കർമ്മത്യാഗവും എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ മനുഷ്യന്റെ ചുറ്റുപാടുകളോ ഈ സാഹചര്യങ്ങളോ മനുഷ്യൻ ഇന്നത്തെ ഒരു കർമ്മമേഖലയോ ഒന്നുമല്ല. അതൊന്നും ശങ്കരാചാര്യ ഭാവന കൂടി ചെയ്തിട്ടില്ല, സങ്കല്പിച്ചിട്ടുകൂടിയില്ല. അങ്ങനെയുള്ള ഒരു കർമ്മമണ്ഡലത്തിൽ ആണ് നമ്മൾ കർമ്മത്തെക്കുറിച്ചും കർമ്മസന്യാസത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത്, ശങ്കരാചാര്യരുടെ ആ തത്വത്തിന്റെ വെളിച്ചത്തിൽ. അപ്പോൾ അതിന്റെ ആ കാലം വരുത്തിയ, സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ. അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമോശമാകും. അതുകൊണ്ട് ഇന്ന് ഇപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ, കാരണം ആ കർമ്മം ഇന്നില്ല, അതുകൊണ്ട് ആ കർമ്മത്തെ ത്യജിക്കുന്ന ആവശ്യവും വരുന്നില്ല. അപ്പൊ ഇന്നത്തെ സന്യാസം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് കർമ്മം തന്നെ. കർമ്മമണ്ഡലത്തിൽ നിന്നുള്ള സന്യാസമേ ഇന്നുള്ളൂ. അല്ലാതെ സർവ്വകർമ്മത്തെ ഉപേക്ഷിച്ചുള്ള ഒരു സന്യാസം ഇന്ന് ഇല്ല. ഇത് മനസ്സിലാക്കാതെ സന്യാസം സ്വീകരിക്കുന്നവർ വലിയ ആശയക്കുഴപ്പത്തിൽപ്പെടുന്നുണ്ട്. അതായത് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ ഈ രാജ്യത്ത് സന്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട് തിരിയുന്നുണ്ട്. ശങ്കരാചാര്യരാണ് അതിനവർ പ്രാമാണികമായി സ്വീകരിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞതിന്റെ പേരിൽ ഇവർ ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കള്ളവണ്ടി കയറി സഞ്ചരിക്കുക, ട്രെയിനിൽ ടിക്കറ്റ് എടുക്കണ്ട. അതുകൊണ്ട് ഇങ്ങനെ കള്ളവണ്ടി കയറി സഞ്ചരിക്കുക, ഓരോ ആശ്രമങ്ങളിലും പോയി ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ഇതാണ് സന്യാസം എന്നും പറഞ്ഞു. ഇതിന് പ്രാമാണികമായി പിടിക്കുന്നത് ഈ ശങ്കരാചാര്യരാണ്. അവരാരും തന്നെ ഇതൊന്നും മനസ്സിലാക്കാനോ, എന്താണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനോ, സംസ്കൃതം പഠിക്കാനോ, ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഇത് മനസ്സിലാക്കാനോ ഒന്നുമില്ല. അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ വിവേക ചൂടാമണി വരെ പഠിക്കും. വിവേക ചൂടാമണി പഠിച്ചാൽ ഉടൻ തന്നെ ജ്ഞാനിയായി. പിന്നെ കള്ളവണ്ടി കയറുക, ഭക്ഷണം കഴിക്കുക, ഈ രണ്ട് പ്രവൃത്തിയേ ഉള്ളൂ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ശരി, അവരവരുടെ ഇഷ്ടം, അത് വേറൊരാൾക്ക് ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ല. പക്ഷേ ഇഷ്ടമെന്നുള്ള നിലയ്ക്കല്ല, ഇതിനൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെയാണ് നമുക്ക് പ്രയാസം തോന്നുന്നത്. ഒരുപാട് പേര് അവനവന്റെ ജീവിതത്തിനും അവനവനും ഉപയോഗമില്ല, സമൂഹത്തിനും ഉപയോഗമില്ല ജീവിക്കുന്നവരുണ്ട്. നമ്മൾ സഞ്ചരിച്ചു നോക്കുക, ഭാരതത്തിലൊക്കെ ഒരുപാട് പേരിങ്ങനെ ജീവിതം വ്യർത്ഥമായി കളയുന്നുണ്ട്. അതിന് ഈ ശങ്കര സിദ്ധാന്തവുമായിട്ടോ ശങ്കരാചാര്യരുടെ സന്യാസ ആദർശമായിട്ടോ ഇതിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ അലസമായൊരു ജീവിതം, ആർക്കും ഗുണമില്ലാത്തൊരു ജീവിതം അങ്ങനെ പോകുന്നു. അപ്പോൾ അതിനെ സന്യാസവും നമ്മൾ ധരിച്ചു കളയരുത്. അത് മാതൃകയാക്കിയിട്ട് ഇതാണ് സന്യാസം എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല. ഇന്നത്തെ സന്യാസത്തിൽ പ്രാധാന്യം കർമ്മത്തിന് തന്നെയാണ്. നമ്മുടെ ആധുനികരായിട്ടുള്ള ആചാര്യന്മാരെല്ലാം നിർദ്ദേശിക്കുന്നു അത് തന്നെയാണ്. അതിന് പ്രായോഗികമായിട്ട് സന്യാസത്തിൽ നടപ്പിലാകത്തുള്ളൂ. അല്ലാതെ വെറുതെ അറിഞ്ഞു കടന്ന് വെറുതെ
ഭക്ഷണം കഴിക്കുന്നത് ഒരിക്കലും സന്യാസമാകില്ല. ഇങ്ങനെ ഈ സന്യാസമായി നടക്കുന്നവരും അവരൊരിക്കലും ഭക്ഷണം ത്യജിക്കുന്നില്ല, അത് ത്യജിക്കുന്നില്ല. അതാണ് അതിനേറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ശാസ്ത്രവിഹിതം കിഞ്ചിത്, ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ള ഒരു കാര്യവും അകർത്തവ്യതാം യാത്, അകർത്തവ്യതയെ പ്രാപിക്കുന്നില്ല. യാത് എന്ന് വെച്ചാൽ പ്രാപിക്കുക, യാത് എന്നാണ്, പ്രാപിക്കുന്നില്ല. കർത്തവ്യം ആകാതിരിക്കുന്നില്ല എന്ന് വെച്ചാൽ കർത്തവ്യമാണ് എന്നാണ്. തത്ര ഇനി അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഇതുവരെ ആ മന്ത്രത്തിന്റെ ആമുഖമായുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി അന്ധം തമ പ്രവിശന്തി എന്ന് പറയുന്ന മന്ത്രത്തെ വ്യാഖ്യാനിക്കുകയാണ്. തത്ര അന്ധം തമഹ, അതിനെ വ്യാഖ്യാനിക്കുന്നു. അദർശനാത്മകം തമഹ, ആ ദർശനാത്മകമായിട്ടുള്ള തമസിനെ പ്രവിശന്തി, പ്രവേശിക്കുന്നു. ആരാണ്? യേ അവിദ്യാം, വിദ്യായാഹ അന്യ അവിദ്യ, താം കർമ്മ ഇത്യർത്ഥഃ. ആരാണോ അവിദ്യാം, ഇവിടെ ശ്രദ്ധിക്കണം, അവിദ്യ എന്നൊക്കെ പറയുന്ന ശബ്ദങ്ങൾക്ക് ആചാര്യസ്വാമികൾ പറയുന്ന അർത്ഥം. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യായാഹ അന്യ, വിദ്യയിൽ നിന്നും അന്യമായിട്ടുള്ളതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. അന്യാർത്ഥത്തിലാണ്, ന വിദ്യ എന്നുള്ളതാണ്. ന വിദ്യ, ഈ രണ്ട് പദങ്ങൾ കൂടി ചേർന്ന് സമാസം ചെയ്താണ് അവിദ്യ എന്നുള്ള ശബ്ദം. ന അല്ലെങ്കിൽ നഞ്ഞ്, അതിന് ധാരാളം അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. നകാരത്തിന് വ്യാകരണത്തിൽ നഞ്ഞെന്ന് പറയും. അപ്പൊ ആ നകാരത്തിന് ഒരുപാട് അർത്ഥങ്ങൾ പറയും. അതിന് ഒരർത്ഥമാണ് വിരോധം. നഞ്ഞർത്ഥ ഷഡ് പ്രകീർത്തിത, പ്രധാനമായിട്ട് നഞ്ഞ് നകാരത്തിന് 6 അർത്ഥങ്ങളുണ്ടെന്നാണ്. അതിൽ ഒന്നാണ് വിരോധം. വിരോധാർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ് വിദ്യയ്ക്ക് വിരോധിയായത് എന്നാണ്. അതാണ് അവിദ്യ. അപ്പൊ വിദ്യയ്ക്ക് വിരോധിയായിരിക്കുന്നു എന്നുവെച്ചാൽ ജ്ഞാനത്തിന് വിരോധിയായിരിക്കും. ഇവിടെ വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അതിനെന്താണ്? താം കർമ്മ ഇത്യർത്ഥ. അപ്പൊ അവിദ്യ എന്ന് പറഞ്ഞാൽ കർമ്മം. അവിദ്യ എന്ന് പറയുന്ന ശബ്ദം കർമ്മം എന്നുള്ള അർത്ഥത്തിൽ മറ്റു ഭാഗങ്ങളിലും ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഉപനിഷത്തുകളിൽ പല ഭാഗത്തും വരുന്നുണ്ട് അവിദ്യക്ക് കർമ്മം എന്നുള്ള അർത്ഥം. ചിലയിടത്ത് അവിദ്യ എന്ന് പറയുന്നത് അജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. സാധാരണ അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അന്ധകാരം, ആവരണം, തമോ രൂപത്തിലുള്ള അജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ. ഈ അദ്വൈതത്തിൽ തന്നെ ഇതേ ശബ്ദങ്ങൾ പല സന്ദർഭത്തിൽ പല രീതിയിൽ ഉപയോഗിക്കും. മായ എന്ന് പറയുന്ന ശബ്ദം, മായ എന്ന് പറയുന്ന ശബ്ദം പലയിടത്തും അവിദ്യ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും. അതായത് അദർശനാത്മകമായ തമസ്. ചില സ്ഥലങ്ങളിൽ മായ എന്ന് പറഞ്ഞാൽ ദൈവിക ശക്തി എന്നുള്ള അർത്ഥം, ഈശ്വരീയ ശക്തി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പോൾ അത് സന്ദർഭം അനുസരിച്ച് ആ ശബ്ദങ്ങൾ മാറിയും തിരിഞ്ഞൊക്കെ ഉപയോഗിക്കും. അതുപോലെ ഒരു ശബ്ദം കണ്ടു കഴിഞ്ഞാൽ ഒരർത്ഥം ആയിരിക്കണം, അങ്ങനെ നിഷ്കർഷയില്ല. ഇവിടെ ഇപ്പോൾ അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം എന്നർത്ഥം. അന്ധം തമ പ്രവിശന്തി, അന്ധതമസിൽ പ്രവേശിക്കുന്നു. ആരാണ്? ഏ അവിദ്യാം ഉപാസതേ, ആരാണോ അവിദ്യയെ കർമ്മത്തെ അനുഷ്ഠിക്കുന്നത് എന്നാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇവിടെ അവിദ്യ എന്നുള്ളതിന് എന്തുകൊണ്ട് കർമ്മം എന്നുള്ള അർത്ഥം എടുത്തത്? അത് പറയുന്നു, കർമ്മണോ വിദ്യ വിരോധിത്വ. കർമ്മം എന്ന് പറയുന്നത് വിദ്യയ്ക്ക് വിരോധിയാണ്. ഇതേ വിഷയത്തെക്കുറിച്ച് തന്നെ ഇനി അവസാന ഉപനിഷത്ത് ഭാഷ്യം അവസാനിപ്പിക്കുന്ന ഭാഗത്ത് വീണ്ടും അവിടെ ചോദിക്കും. ഇവിടെ എന്തുകൊണ്ട് അവിദ്യ എന്ന് പറയുന്നതിന് നിങ്ങൾ കർമ്മം എന്നുള്ള അർത്ഥം കൊടുത്തത് എന്നവിടെ വീണ്ടും ചോദിക്കും. വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് ഈശാവാസ്യപക്ഷ ഭാഷ്യത്തിന്റെ അവസാന ഭാഗത്ത്. ഇവിടെ എന്തുകൊണ്ട് അവിദ്യയ്ക്ക് കർമ്മം എന്നുള്ള അർത്ഥം കൊടുത്ത്? കർമ്മണോ വിദ്യാ വിരോധിത്വ. കർമ്മം എന്ന് പറയുന്നത് വിദ്യയ്ക്ക് വിരോധിയായിട്ടുള്ളതാണ്, ജ്ഞാനത്തിന് വിരോധിയാണ് കർമ്മം. അത് നേരത്തെ പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള വിരോധം എന്ന് പറഞ്ഞാൽ ഭിന്നത. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന വിരോധമല്ല, വെറുപ്പെന്നുള്ള അർത്ഥത്തിലല്ല. അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇടയ്ക്ക് നിന്ദ എന്നുള്ള ശബ്ദം വരും. മലയാളത്തിൽ പറയുന്ന അർത്ഥമല്ല. നിന്ദ എന്ന് പറയുന്നത് നിഷേധം എന്നുള്ള അർത്ഥത്തിലാണ്, നിഷേധിക്കുക. അല്ല, നമ്മൾ സാധാരണ പറയുന്നത് നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ വേറെ ആൾ നിന്ദിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ആ അർത്ഥമല്ല. അതുപോലെ തന്നെ വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന അർത്ഥമല്ല. ഇവിടെ വിരോധം എന്ന് പറഞ്ഞാൽ ഭിന്നത എന്നുള്ള അർത്ഥമാണ്. വിദ്യാവിരോധിത്വ, വിദ്യയുമായി വിരോധം ഉള്ളതാണെന്ന് വെച്ചാൽ വിദ്യയുമായിട്ട് ഇത് ഭിന്നമാണ്. വിദ്യ വേറെ, അതായത് ജ്ഞാനം വേറെ, കർമ്മം വേറെ.
എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇവിടെ ന എന്ന് പറയുന്ന ശബ്ദം വിരോധാർത്ഥത്തിലാണ്, അതിനോട് ഒരിക്കലും ചേരാത്തത്, ആ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ന വിദ്യ അവിദ്യ എന്ന് വെച്ചാൽ കർമ്മം എന്നർത്ഥം. താം അവിദ്യാം. അപ്പൊ അവിദ്യ എന്ന് പറയുന്നത് എന്തായി? കർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. അതല്ല. പിന്നെയോ താം അവിദ്യാം അഗ്നിഹോത്രാദി ലക്ഷണം, അഗ്നിഹോത്രാദി രൂപത്തിലുള്ള കർമ്മങ്ങളാണ്. അതുകൊണ്ട് കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഇത് തന്നെ നമ്മുടെ മനസ്സിൽ വരണം. അഗ്നിഹോത്രാദി കർമ്മം എന്ന് വെച്ചാൽ വൈദിക കർമ്മം. അതാണ്. അപ്പൊ അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ വൈദിക കർമ്മം. അങ്ങനെയുള്ള ആ വൈദിക കർമ്മങ്ങളെ, എങ്ങനെയുള്ള കർമ്മം? കേവലമായ വൈദിക കർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഉപാസന കൂടാതെയുള്ള കർമ്മങ്ങൾ. കർമ്മങ്ങളും കർമ്മത്തോട് ചേർന്ന് ഉപാസനകളും പറയുന്നുണ്ട്. അപ്പൊ കേവല കർമ്മം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം, ഉപാസന കൂടാതെയുള്ള കർമ്മങ്ങൾ. ആരാണോ ഉപാസത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? തത്പരാഹ സന്തഃ അനുതിഷ്ഠന്തി. തത്പരാഹ, തത്പരന്മാരായി, അത് തന്നെയാണ് പരമപുരുഷാർത്ഥം എന്ന് കരുതി. പരമപുരുഷാർത്ഥമായിരിക്കുന്നത് ആ കർമ്മം തന്നെയാണ് എന്ന് കരുതി അനുതിഷ്ഠന്തി, ഉപാസിത എന്ന് വെച്ചാൽ അനുഷ്ഠിക്കുന്നത് ആരാണോ? ഇത്യഭിപ്രായം. അതാണ് ഇതിന്റെ താല്പര്യം. അഭിപ്രായം എന്ന് പറഞ്ഞാൽ താല്പര്യം. മന്ത്രത്തിന്റെ താല്പര്യം അതാണ്. ആരാണോ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ, അതാണ് പരമപുരുഷാർത്ഥം, അല്ലെങ്കിൽ പരമപുരുഷാർത്ഥത്തിന് ഉപകരിക്കുന്നത് എന്ന് കരുതി, അല്ലെങ്കിൽ മോക്ഷത്തിന് അതാണ് ഉപകരിക്കുന്നതെന്ന് കരുതി ആരാണോ അനുഷ്ഠിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്ത് വരുന്നു? തതഃ തസ്മാത് അന്തം, അവരെ കുറിച്ച് എന്ത് പറയുന്നു? അന്തം തമ പ്രവിശന്തി, അവർ അന്ധകാരത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവിദ്യയിലേക്ക് മുഴുകുന്നു എന്നാണ്. അന്ധകാരം എന്ന് പറയുന്ന അജ്ഞാനം, ഒരു അജ്ഞാനത്തിലേക്ക് തന്നെ പോകുന്നു എന്നാണ്. അടുത്തു പറയുന്നത് എന്താണ്? തതോ ഭൂയ യുവതേ തമോ, അതിനെ വ്യാഖ്യാനിക്കുന്നു. ഒരു കൂട്ടരുടെ കാര്യം അങ്ങനെ പറഞ്ഞു. ആരാണോ കേവലമായി കർമ്മം മാത്രം അനുഷ്ഠിക്കുന്നവർ അജ്ഞാനത്തിലേക്ക് പോകുന്നു. തതഃ തസ്മാത് അന്ധാത്മകാ തമസഃ, അന്ധാകാര രൂപത്തിലുള്ള തമസ്, അന്ധാത്മകമായ തമസ്, ആവരണം ചെയ്യപ്പെടുന്ന ആ തമസ്, ഇരുട്ട്, അജ്ഞാനം, അതിനേക്കാളും തമസോ ഭൂയ ഇവ, ബഹുതരമേവ, അതിനെ വ്യാഖ്യാനിക്കുന്നു. അതിനേക്കാൾ വലിയ തമസ്, ബഹുതരമായ തമസ്. തമഹ പ്രവിശന്തിത്തെ, അതിനേക്കാളും വലിയ ഇരുട്ടിലേക്ക് പോകുന്നു, അജ്ഞാനത്തിലേക്ക് പോകുന്നു. ആരാണ്? കർമ്മഹിത്വ, അത്തരം കർമ്മങ്ങളെ വിട്ടിട്ട്, അഗ്നിഹോത്രാദി കർമ്മങ്ങളെ വിട്ടിട്ട്, ഏതു, ആരാണോ, അടുത്ത പക്ഷത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉ എന്നുള്ള ശബ്ദം, തു എന്നുള്ള അർത്ഥം. ആദ്യം ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞു. വെറും കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് ജീവിക്കുന്നു അഗ്നിഹോത്ര, അവർ ഇരുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതു, ഇനി മറ്റൊരു കൂട്ടരുണ്ട്. എന്താണ്? കർമ്മങ്ങളെല്ലാം അവർ ഉപേക്ഷിച്ചിട്ട് വിദ്യായാം ഏവ പറയുന്നു, ദേവതാജ്ഞാനെ ഏവ, ദേവതാജ്ഞാനത്തിൽ എന്ന് വെച്ചാൽ ദേവത ഉപാസനയിൽ. ദേവത ഉപാസന എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം, ഇവിടെ പറയുന്ന വൈദികമായ ഉപാസനയാണ്. വേദമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഒന്നുമല്ല, പുരാണങ്ങളിൽ പറയുന്ന ഉപാസനകളൊന്നുമല്ല ഇവിടെ പറയുന്നത്. ദേവതാജ്ഞാനേവ, അതും ഇവിടെ പറയുന്ന ഹിരണ്യഗർഭ ഉപാസന പോലെയുള്ള ഉപാസനകൾ. രതാഹ അവിരതാഹ, കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട് കേവല ഉപാസനയിൽ കഴിയുന്നവര്, വൈദിക ഉപാസനകൾ മാത്രം അനുഷ്ഠിച്ച് ജീവിക്കുന്നവരെന്ത് ചെയ്യുന്നു? അവർ അതിലും വലിയ അന്ധകാരത്തിലേക്ക് പോകുന്നു എന്നാണ്. അവർക്കും ഫലം എന്ന് പറയുന്നത് അന്ധകാരം തന്നെയാണ് എന്ന് പറയുന്നു. തത്ര അവാന്തര ഫലഭേദം വിദ്യാകർമ്മണോഹു സമുച്ചയ കാരണമാഹ. അപ്പൊ ഇത് നിഷേധിക്കുന്ന എന്തിനാണ്? തുടക്കത്തിലേ പറഞ്ഞു, കേവലമായിട്ടുള്ള കർമ്മ അനുഷ്ഠാനത്തെയും കേവലമായ ഉപാസനയുമാണ് ഇവിടെ നിഷേധിക്കുന്നത്. എന്തുകൊണ്ട് നിഷേധിക്കുന്നു? തത്ര അവാന്തര ഫലഭേദം, ഇതിന് രണ്ടിനും പ്രത്യേക ഫലങ്ങൾ പറയുന്നുണ്ട് വേദത്തിൽ. കർമാനുഷ്ഠാനത്തിന് പ്രത്യേക ഫലം പറയുന്നുണ്ട്, ഉപാസനകൾക്ക് പ്രത്യേക ഫലം പറയുന്നുണ്ട്. ഫലത്തിൽ വ്യത്യാസമുണ്ട്. അതാണ് അവാന്തര ഫലഭേദം എന്ന് പറഞ്ഞു. അവാന്തരമായ ഫലഭേദമുണ്ട്. ഈ അവാന്തര ഫലഭേദം എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഈ കർമാനുഷ്ഠാനത്തിന്റെയും ഈ ഉപാസനയുടെയും എല്ലാം അന്തിമമായ ഫലം എന്ന് പറയുന്നത് മോക്ഷം തന്നെ. എങ്ങനെ? കാമനകളെല്ലാം ത്യജിച്ച്
ഇതനുഷ്ഠിക്കുന്നവന് ഇത് ചിത്തശുദ്ധിയിലൂടെ മോക്ഷത്തിൽ കൊടുക്കുന്നു. അവാന്തര ഫലം എന്ന് പറയുന്നത് മുഖ്യഫലത്തെ, ശരിക്കും കർമ്മത്തിന്റെയും ഉപാസനയുടെയും എല്ലാം മുഖ്യഫലം മോക്ഷം തന്നെ. ഉപാസനകൾ ചിത്ത ഏകാഗ്രതയ്ക്കും കർമ്മങ്ങൾ ചിത്തശുദ്ധിക്കും ഉള്ളതാണ്. പക്ഷെ അത് നിഷ്കാമ ഭാവനയോടുകൂടിയും ഈശ്വരാർപ്പണമായിട്ടും അത് കർമ്മയോഗത്തിന്റെ ഭാഗത്തിലേക്ക് വരും. അപ്പോൾ അവനത് മുഖ്യമായിട്ട് മോക്ഷത്തെ കൊടുക്കും. പക്ഷെ അവാന്തര ഫലം എന്ന് പറയുന്നത് എന്താണ്? ഓരോ കർമ്മത്തിനും പറയുന്ന ഫലങ്ങൾ. നേരത്തെ പറഞ്ഞല്ലോ, വിദ്യയാ തദാരോഹന്തി കർമ്മണ ദേവലോക എന്നെല്ലാം പറഞ്ഞു, പിതൃലോക എന്നെല്ലാം പറഞ്ഞു. അതായത് പിതൃലോകം, സ്വർഗലോകം, ഓരോ സ്ഥാനപ്രാപ്തികൾ, ലോകപ്രാപ്തി, ഇതൊക്കെയാണ് അവാന്തര ഫലം. കർമ്മത്തിനും ഉപാസനകൾക്കുമെല്ലാം അവാന്തര ഫലങ്ങൾ പറയുന്നു. ഈ അവാന്തര ഫലഭേദം ഇതാണ് വിദ്യാകർമ്മണോഹോ സമുച്ചയ കാരണം. അതാണ് വിദ്യയും കർമ്മത്തെയും സമുച്ചയിക്കണം എന്ന് പറയുന്നതിനുള്ള കാരണം. അതാണ് രണ്ടിനും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞിരിക്കുന്നു. കർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെയാണ് ഉപാസനയെക്കുറിച്ചും പറയുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് അനുഷ്ഠിക്കണമെന്ന് പറയാൻ എന്താണ് കാരണം? ഇതിന് രണ്ടിനും പ്രത്യേക ഫലത്തെ പറഞ്ഞിരിക്കുന്നുണ്ട്. അന്യഥ ഫലവത് അഫലവതോഹോ സന്നിഹിതയോഹോ അംഗ അങ്കിതായവ സ്യാദിത്യർത്ഥം. ഇത് പൂർവ്വമീമാംസയിലെ ഒരു നിയമത്തെ ഇവിടെ പറയുകയാണ്. കാരണം ഈ സമുച്ചയം, പ്രത്യേക അനുഷ്ഠാനം എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം പൂർവ്വമീമാംസയിലെ കാര്യങ്ങളാണ്, ജൈമിനീയ മീമാംസ വരുന്ന കാര്യങ്ങളാണ്. ഇവിടെ അദ്വൈത വ്യാഖ്യാനത്തിൽ ആവശ്യമുള്ളതുകൊണ്ട് ഇവിടെ ഒന്ന് പരാമർശിക്കുന്നു എന്നേ ഉള്ളൂ. അവിടെ ഒരു നിയമമുണ്ട്. ഇവിടെ 2 യാഗങ്ങളുണ്ട് പ്രധാനമായിട്ടുള്ള, ദർശപൂർണ മാസയാഗങ്ങളെന്ന് പറയും. സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ആണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാലും ആ 2 കർമ്മങ്ങൾക്കും പ്രത്യേകമായ ഫലങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് ദർശയാഗവും പൂർണ്ണമാസയാഗവും സമുച്ചയമായി അനുഷ്ഠിക്കാൻ പറയും. അതെങ്ങനെ അനുഷ്ഠിക്കണം, അത് സമുച്ചയമായി അനുഷ്ഠിക്കണം, ഇക്കാര്യത്തെക്കുറിച്ച് ജൈമിനീയ മീമാംസയിൽ വളരെ ചർച്ച നടത്തി അവസാനം തീരുമാനിക്കും ഇത് രണ്ടും ഒരുമിച്ച് അനുഷ്ഠിക്കണം. എന്തുകൊണ്ടാണ്? അതിന് രണ്ടിനും പ്രത്യേക ഫലത്തെ പറയുന്നുണ്ട്. അതേസമയം ആ കർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ വേറെ ചില ഹോമങ്ങളെക്കുറിച്ചും മറ്റും പറയും. പ്രയാജ, അനുയാജ എന്നൊക്കെ പറയുന്ന ഹോമങ്ങളെക്കുറിച്ച് പറയും. ഇതിനെ സംബന്ധിച്ച് ചർച്ച നടത്തും. അപ്പോൾ ഇത് എങ്ങനെയാണ് ആ മുഖ്യ കർമ്മങ്ങളുമായിട്ട് ഇതിനെ സമുച്ചയിക്കണോ വേണ്ട? എന്തുകൊണ്ട്? പ്രയാജ തുടങ്ങിയ ഹോമങ്ങളും മറ്റും അത് ഈ ദർശപൂർണ മാസയാഗങ്ങളുടെ അംഗങ്ങളാണ്. എന്തുകൊണ്ട്? അതിന് പ്രത്യേകിച്ച് ഫലത്തെ പറയുന്നില്ല. അപ്പോൾ ഒരു മുഖ്യമായ കർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്ത് പ്രത്യേക ഫലത്തെ നിർദ്ദേശിക്കാതെ മറ്റ് കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ കർമ്മങ്ങളെല്ലാം മുഖ്യ കർമ്മത്തിന്റെ അംഗങ്ങളും ആ മുഖ്യ കർമ്മം അംഗീയമാണ്. ഫലവത് സന്നിധു അഫലം തദംഗം എന്നെല്ലാം പറയുന്ന നിയമങ്ങൾ പൂർവ്വമീമാംസി പറയുന്നുണ്ട്. അതിനൂടെ ഒന്ന് പരാമർശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല, എന്നാലും ഇവിടെ പരാമർശിക്കുകയാണ്. ദർശപൂർണമാസ യാഗങ്ങളിൽ എങ്ങനെയാണോ പ്രയാജ തുടങ്ങിയ യാഗങ്ങൾ അതിന്റെ അംഗമായിരിക്കുന്നത്, അവിടെ സമുച്ചയം എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നില്ല. എന്തുകൊണ്ട്? അവിടെ പ്രയാജ തുടങ്ങിയ യാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഫലത്തെ പറയുന്നില്ല. ഫലത്തെ പറയാത്തതുകൊണ്ട് അത് മുഖ്യ കർമ്മത്തിന്റെ അംഗമാണ്. അതുപോലെയൊന്നുമല്ല ഇവിടെ. കാരണം ഇത് മീമാംസകരെ താന്റെ വ്യാഖ്യാനം മീമാംസകർക്ക് സമ്മതമാകാൻ വേണ്ടി ആ വിഷയത്തെ ഇവിടെ പറയുകയാണ്. കാരണം മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഉപനിഷത്തിന്റെ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് പൂർവ്വമീമാംസയുടെ നിയമങ്ങൾ അനുസരിച്ചേ വ്യാഖ്യാനിക്കാൻ പറ്റും. കർമ്മകാണ്ഡത്തിന് വിരോധമാണ് ജ്ഞാനകാണ്ഡം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വ്യാഖ്യാനം സ്വന്തം കൽപ്പന അനുസരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരും സമ്മതിക്കും. അതുകൊണ്ട് അവരെ സമ്മതിപ്പിക്കാൻ വേണ്ടി അവരുടെ നിയമങ്ങൾ ഇവിടെ സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്. കാരണം ഇത് തന്നെ മണ്ഡല മിശ്രണം പോലെയുള്ളവരുടെ മുമ്പിൽ പോയി വാദം നടത്തി അവരെ കൊണ്ട് സമ്മതിപ്പിച്ചാണ്. അവരെ കൊണ്ട് സമ്മതിപ്പിക്കണമെങ്കിൽ ഉഭയസമ്മതമായ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്താലേ തന്റെ ഒരു സിദ്ധാന്തത്തെ മറ്റൊരാളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ പറ്റും. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ എതിരാളി സമ്മതിക്കത്തില്ല. അപ്പൊ എതിരാളി സമ്മതിക്കണമെങ്കിൽ എന്ത് വേണം? ഒരേ ആശയത്തെ തന്നെ അതിന്റെ വ്യാഖ്യാനം 2 തരത്തിലായാണ്. ഉഭയസമ്മതമായ ചില മാനദണ്ഡങ്ങൾ അതിന് വേണം. ആ ഉഭയസമ്മതമായ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് പൂർവ്വമീമാംസയിലെ നിയമങ്ങൾ, വേദവ്യാഖ്യാനത്തിന് സ്വീകരിച്ചിരിക്കുന്ന നിയമങ്ങളെ ഇവിടെ ഭാഷ്യകാരനെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. അതിനനുസരിച്ച് ഉത്തരമീമാംസ വ്യാഖ്യാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിലൂടെ പരാമർശിക്കുന്നത്. അല്ല വെറുതെ അങ്ങ് പറയുകയല്ല. ഇവിടെ സമുച്ചയം ആണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഇവിടെ കർമ്മവും ഉപാസനയും സമുച്ചയിച്ച് അനുഷ്ഠിക്കുന്നത്. കേവലമായ കർമ്മമോ കേവലമായ ഉപാസനയോ പാടില്ല എന്നുള്ളത്. അപ്പൊ ഈ ഭാഗത്ത് വരുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ വ്യവസ്ഥയിൽ ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. അവിടെ ഈ പറയുന്ന വൈദികമായ കർമ്മങ്ങളുടെ സ്ഥാനത്താണ്
പിൽക്കാലത്ത് പൗരാണികമായ, പുരാണത്തെക്കുറിച്ച് ശങ്കരാചാര്യരും പറയുന്നുണ്ടെങ്കിലും ഈ പൗരാണികമായ കർമ്മങ്ങൾക്ക്, പുരാണപ്രസിദ്ധമായ കർമ്മങ്ങൾക്ക് പ്രാധാന്യം വന്നത്, അത് വന്ന് ക്ഷേത്രാരാധന ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതെല്ലാം എന്തായി? ഉപാസനയായിട്ട് മാറി. കർമ്മങ്ങളെന്ന് പറയുന്നത് ലൗകിക കർമ്മമായി മാറി. അപ്പോൾ ഇന്നത്തെ തരത്തിൽ നമ്മളിത് പറയുകയാണെങ്കിൽ സാധാരണ അജ്ഞരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉപാസനയും കർമ്മവും ഒരുമിച്ച് അനുഷ്ഠിക്കുന്നു എന്ന് പറയും. അതായത് നമ്മൾ ഇന്നത്തെ ദേവതാ ഉപാസന പോലെയുള്ള കാര്യങ്ങളും നമ്മുടെ ലൗകികമായ കർമ്മങ്ങളും ഒരുമിച്ച് അനുഷ്ഠിക്കാം. അതിന് വിരോധമില്ല. അത് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന സന്യാസത്തിനെതിരല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന കർമ്മത്തിന് ആശ്രമത്തിൽ താമസിക്കുന്നതോ ആശ്രമത്തിൽ എന്തെങ്കിലും പ്രവൃത്തി എടുക്കുന്നതൊന്നും വിരോധമല്ല. മറിച്ച് അവിടെ പറയുന്ന ഈ ഉപാസന കർമ്മ സമുച്ചയം, അതാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഉപാസനയും കർമ്മങ്ങളും സമുച്ചയിച്ച് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അജ്ഞനായിരിക്കുന്നുണ്ട്. ഈ പറയുന്ന സർവകർമ്മ സന്യാസത്തിന് അധികാരിയല്ലാത്തതുകൊണ്ട്. സർവകർമ്മ സന്യാസത്തിന് അധികാരിയാണെങ്കിൽ അവിടെ പിന്നെ ഇതില്ല എന്നർത്ഥം. അങ്ങനെ അധികാരിയല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അതിന്റെ ശരിയായിട്ടുള്ള വഴി. ഉപാസന കർമ്മങ്ങളെ സമുച്ചയിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപാസനയാണ്. ദൈവത ഉപാസന, ഗുരു ഉപാസന, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അതിന്റെ ഭാഗമായിട്ട് കർമ്മവും നിൽക്കുന്നു. അതാണ്, ആ സമുച്ചയമാണ് ഇന്നത്തെ സന്യാസം. ആണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ സന്യാസവും ശങ്കരാചാര്യ സന്യാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ഇതിൽ വരും. കാരണം കർമ്മയോഗം ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു. വൈദിക കർമ്മം അനുഷ്ഠിക്കുന്നതിനുള്ള ആ വ്യവസ്ഥിതി ആശ്രമ വ്യവസ്ഥയില്ല, വർണ്ണവ്യവസ്ഥയില്ല. അപ്പം വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ആർക്കും സാധ്യമല്ല. ഇന്ന് വർണ്ണമില്ല, മറിച്ച് ജാതികളേ ഉള്ളൂ. ആ ജാതിയിൽ തന്നെ വർണ്ണധർമ്മങ്ങളില്ല. സമൂഹത്തിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ ജാതികളുണ്ട്, പക്ഷെ ആ ജാതികളിൽ വർണ്ണധർമ്മമില്ല. അപ്പൊ പിന്നെ വർണ്ണധർമ്മം എങ്ങനെ അനുഷ്ഠിക്കും? ആശ്രമങ്ങളുമില്ല. കാരണം ആശ്രമധർമ്മം നഷ്ടപ്പെട്ടുകൊണ്ട് ആശ്രമമില്ല. ഇന്ന് ഗൃഹസ്ഥാശ്രമമില്ല, ബ്രഹ്മചര്യാശ്രമമില്ല. അങ്ങനെ ആശ്രമങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. വിവാഹം കഴിച്ച് ജീവിക്കുന്നവനെ ഗൃഹസ്ഥാശ്രമം എന്ന് പറയാൻ പറ്റത്തില്ല. ശങ്കരാചാര്യർ പറയുന്നതനുസരിച്ച് വൈദിക ധർമ്മങ്ങൾ അനുഷ്ഠിച്ചാലേ പറ്റൂ. അഗ്നിഹോത്രം തുടങ്ങിയ കർമ്മങ്ങളിലൂടെ അനുഷ്ഠിക്കണം. ധർമ്മം അനുഷ്ഠിച്ചാലേ ഗൃഹസ്ഥാശ്രമം എന്ന് പറയാൻ പറ്റും. അല്ലാതെ കുടുംബമായിട്ട് മക്കളുമായിട്ട് ജീവിച്ചെന്ന് പറഞ്ഞ് ഗൃഹസ്ഥാശ്രമി ആകത്തില്ല. അപ്പൊ പിന്നെ ഗൃഹസ്ഥാശ്രമ ധർമ്മവുമില്ല. അപ്പൊ പിന്നെ ആ ധർമ്മം എങ്ങനെ അനുഷ്ഠിക്കും? അതും പറ്റത്തില്ല. കാരണം വർണ്ണ വ്യവസ്ഥയും ആശ്രമ വ്യവസ്ഥയും നഷ്ടപ്പെട്ടു പോയി. തിരിച്ചു കൊണ്ടുവരാനും പറ്റത്തില്ല. കാരണം കാലത്തെ തിരിച്ച് മടക്കിയെടുക്കാൻ ഒക്കത്തില്ല. മുമ്പോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു കൊണ്ടുവരാനും പറ്റത്തില്ല. പിന്നെ എന്താണ്? നമ്മൾ അതുമായി ഇന്നത്തെ കാലത്തിന് യോജിച്ച രീതിയിൽ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, ഉപാസനകൾ അനുഷ്ഠിക്കുന്നു. അപ്പൊ ആ കർമ്മങ്ങൾ കർമ്മയോഗത്തിൽ വരുന്നു. കർമ്മയോഗത്തിൽ വരുമ്പോൾ ഈശ്വരാർപ്പണമായി നിസ്വാർത്ഥമായ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അതായി സമൂഹ സേവ. അതെല്ലാം അപ്പം നിസ്വാർത്ഥമായ കർമ്മം, തനിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമല്ല, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മം. അപ്പം നിസ്വാർത്ഥ കർമ്മങ്ങളായി, ഫലയിച്ച കൂടാതെ കർമ്മങ്ങളായി. അജ്ഞനായിരിക്കുന്നുണ്ട് ആ കർമ്മം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത് കർമ്മയോഗമായി. അതിനോട് ഒരുമിച്ച് നമുക്ക് കുറച്ച് വേദാന്തം പഠിക്കുകയോ പൂജ ചെയ്യുകയോ ഉപാസിക്കുകയോ എന്തുമാകാം. അപ്പോൾ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് ഇതാണ് ഇന്നത്തെ സന്യാസം, പ്രായോഗികമായിട്ടുള്ള സന്യാസം. ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസമല്ല, ആ കാലവും മാറിപ്പോയി. അതുകൊണ്ട് അങ്ങനെ സർവകർമ്മ സന്യാസം എന്നും പറഞ്ഞാലും വീട് വിട്ടോ ആശ്രമം വിട്ടോ ഇറങ്ങിയാൽ അത് മഹാബദ്ധമായി പോകും. അങ്ങനെ ഒന്നൊന്നും ഇല്ല. അങ്ങനെ ഒരു ആശയം മാത്രമേ ഉള്ളൂ എന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരാൾക്ക് ആശ്രമത്തിൽ പോകാം. എന്തിന്? ലോകസേവനത്തിന് വേണ്ടി ആശ്രമത്തിൽ പോകാം. കുടുംബത്തെ സേവിക്കേണ്ട, സമൂഹത്തെ സേവിക്കണമെന്നുണ്ടെങ്കിൽ ആശ്രമത്തിൽ പോകാം. ആശയം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുടുംബത്തെ സേവിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുക, സമൂഹത്തെ സേവിക്കണമെങ്കിൽ ആശ്രമത്തിൽ പോവുക. അതാണ് ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത്, പ്രായോഗികമായിട്ടുള്ള സന്യാസം എന്ന് പറയുന്നത്. ശങ്കരാചാര്യ ഇതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ശങ്കരാചാര്യ പറഞ്ഞെന്നും പറഞ്ഞ് ആരും ഇതിനിറങ്ങിയും വേണ്ട. ഇന്നുള്ള ആചാര്യന്മാർ പറയുന്നുണ്ട് അതാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു സന്യാസത്തെ കുറിച്ച് ശങ്കരാചാര്യ പറയുന്നുണ്ട്.
കാരണം ആ വൈദിക ധർമ്മത്തിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളെ ശങ്കരാചാര്യർ സംസാരിക്കുന്നുള്ളൂ. വൈദിക ധർമ്മം അനുഷ്ഠിക്കാത്തവരെ കുറിച്ച് പറയുന്നത് എന്താണ്? ശങ്കരാചാര്യർ അവരെ അടുത്ത് പോകരുത്, അവരെ മാറ്റി നിർത്തിക്കൊള്ളാനാണ് പറയുന്നത്. അവരുമായിട്ട് യാതൊരു ഇടപാടും വേണ്ട. എന്നുവെച്ചാൽ നമ്മളെപ്പോലെയുള്ളവരുമായിട്ട് ശങ്കരാചാര്യർക്ക് യാതൊരു ഇടപാടുമില്ല. വൈദിക ധർമ്മം അനുഷ്ഠിക്കാത്തവരെ കുറിച്ച് അത് ഭാഷ്യങ്ങളെല്ലാം വായിച്ചു നോക്കുക. പല ഭാഗത്തും ഈ വിഷയം വരുന്നുണ്ട്. അതുകൊണ്ടെന്താണ് ഇവിടെ ജ്ഞാനം, കർമ്മം, ഉപാസന ഈ 3 കാര്യങ്ങളാണ് വിഷയം. അതിൽ കർമ്മങ്ങളെക്കുറിച്ചും ഉപാസനകളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ഇത് സമുച്ചയിച്ച് ഒരുമിച്ച് ഒരു വ്യക്തിക്ക് ഒരേ കാലത്ത് അനുഷ്ഠിക്കാം എന്നാണ്. ജ്ഞാനത്തെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തത്ര അവാന്തരഫലഭേദം വിദ്യാകർമ്മണോഹോ, വിദ്യ, ഉപാസന, കർമ്മം ഇതിന് രണ്ടിനും പ്രത്യേക ഫലം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സമുച്ചയ കാരണം ഇതിവയെ സമുച്ചയിക്കുന്നതിന് കാരണം അതാണ്. അന്യഥ മറിച്ചാണെങ്കിലോ ഫലവത് അഫലവതോഹോ, ഫലമുള്ള കർമ്മങ്ങളും ഫലമില്ലാത്ത കർമ്മങ്ങളും ഒരേ പ്രകടനത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സന്നിഹിതയോഹോ, ഒരേ പ്രകടനത്തിൽ തന്നെ ഉണ്ടെങ്കിൽ അംഗ അങ്കിത ഏവസ്യ, അവ പരസ്പരം അംഗാംഗികളാകും. അവയെ സമുച്ചയിപ്പിക്കേണ്ട പ്രത്യേക കർമ്മങ്ങളല്ല. അതിനുദാഹരണം ദർശപൂർണമാസയാകവും പ്രയാജയാകവും മീമാംസകരുടെ നിയമം അനുസരിച്ച് ഇത്യർത്ഥം. അതാണ് ഇതിന്റെ താല്പര്യം എന്നാണ്. അതുകൊണ്ട് ഈ മന്ത്രത്തിന്റെ അർത്ഥം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മന്ത്രത്തിന്റെ അർത്ഥം പറയുകയാണ്. ഈ ആരാണോ അവിദ്യാം, കർമ്മത്തെ, ഉപാസത്തെ താല്പര്യപൂർവ്വം അനുഷ്ഠിക്കുന്നത്, തേ അവർ അന്ധം തമഹ, കർമ്മത്തെ എന്ന് പറയുമ്പോൾ കേവല കർമ്മം, അന്ധമായ തമസ്സിനെ, അജ്ഞാനത്തെ പ്രവിശന്തി പ്രാപിക്കുന്നു. ഈ ആരാണോ തതഹ മറിച്ച് ഈ ആരാണോ വിദ്യായാം വ്രതാഹ, ഉപാസനയിൽ തന്നെ രമിച്ചിരിക്കുന്നവർ, അവർ തതോ ഭൂയ അതിലും വലിയ തമഹ പ്രവിശന്തി, അന്ധകാരത്തെ പ്രാപിക്കുന്നു എന്നാണ്. ശരിക്കും ഇന്നത്തെ രീതിയിൽ ശങ്കരാചാര്യരുടെ ഈ മന്ത്രത്തിൽ പറയുന്ന ആശയത്തെ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിച്ചാൽ ഇതിന്റെ അർത്ഥം ഇതായിരിക്കും. ആരാണോ കേവലമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ കാമനയോടുകൂടി സ്വാർത്ഥമായി ആരാണോ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവർ അവർ അന്ധകാരത്തിലേക്ക് പോകുന്നു. ആരാണോ അത്തരം കർമ്മത്തെ പൂർണ്ണമായും പരിത്യജിച്ചിട്ട് കേവലമായ ഉപാസനയിൽ, ദേവത ഉപാസനയിലും മറ്റും മുഴുകിയിരിക്കുന്നു, അതായത് ആത്മീയ ജീവികളാണ് എന്നെല്ലാം പറഞ്ഞു. ആരാണോ ഈ കർമ്മ മണ്ഡലത്തെ ത്യജിച്ചിട്ട് ഞങ്ങൾ ആത്മീയ മാർഗത്തിൽ ജീവിക്കുന്നവരാണ്. ഇവിടെ പറയുന്ന ഉപാസന, ഇന്നത്തെ ഉപാസന അതാണല്ലോ, വൈദിക ഉപാസന ഇല്ലല്ലോ. അങ്ങനെ ജീവിക്കുന്നവര് അവരതിനും വലിയ ഇരുട്ടിലേക്ക് പോകുന്നു എന്നർത്ഥം. എന്നുവെച്ചാൽ ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് കർമ്മത്തെയും ഉപാസനയും സമുച്ചയിപ്പിക്കണമെന്നാണ്. അതായത് നിഷ്കാമമായ കർമ്മവും ഈശ്വര ഉപാസനയും ഇന്നത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമുച്ചയിക്കാൻ ഇഷ്ടിക്കണം എന്നാണ്. നമ്മൾ ധരിച്ചിരിക്കുന്ന സന്യാസത്തിന് നേരെ വിപരീതമായ കാര്യമാണ് ഇവിടെ പറയുന്നത്. ശരിക്കും നമ്മൾ ശങ്കരാചാര്യർ പറഞ്ഞ ആശയത്തെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും അതിന്റെ താല്പര്യം. നമ്മുടെ ഈശ്വര ആരാധനകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നോ നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നിന്നോ വേർതിരിച്ച് മാറ്റി നിർത്താനുള്ള ഒന്നല്ല, മറിച്ച് അത് കർമ്മവും മറ്റ് ഈശ്വരാരാധനകളും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ളതാണ്. ആ കർമ്മവും സ്വാർത്ഥ കർമ്മങ്ങളായിരിക്കരുത്, നിസ്വാർത്ഥ കർമ്മമായിരിക്കും. അങ്ങനെ പറയുമ്പോൾ നമ്മളിന്ന് സ്വീകരിച്ചിരിക്കുന്ന മാർഗമാണ് ശരിക്കും പ്രാമാണികവും ശരിയായിട്ടുള്ളതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നിഷ്പക്ഷമായി ഭാഷ്യത്തിന്റെ ഇതനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചാണ്. അല്ലാതെ നമ്മുടെ നിലപാടുകളെ സാധൂകരിക്കാനോ ന്യായീകരിക്കാനോ വേണ്ടി വ്യാഖ്യാനിക്കുന്നതല്ല. ശങ്കരാചാര്യരുടെ അതേ വ്യാഖ്യാനം തന്നെ ഇന്നത്തെ കാലത്തിന് യോജിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആധ്യാത്മിക ജീവിത രീതി എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക്
മനസ്സിലാക്കാൻ പറ്റും. കാലാനുസൃതമായി തന്നെ ഇത് വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചത് ശങ്കരാചാര്യരുടെ കാലത്തിന് യോജിച്ച രീതിയിലാണ്. അപ്പൊ ഇന്നത്തെ കാലം അത് മാറിയിരിക്കുന്നു. അപ്പൊ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴും ഇന്നത്തെ കാലത്തിന് യോജിച്ച രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കും. അപ്പോൾ ആ രീതി വ്യാഖ്യാനിക്കുമ്പോൾ ഇതേ മന്ത്രങ്ങൾ തന്നെ ശങ്കരാചാര്യരുടെ വ്യാഖ്യാനത്തെ നിഷേധിച്ചിട്ട് ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ വിചിത്രമായൊരു സംഗതി എന്ന് പറയുന്നത് ശങ്കരാചാര്യരെ നിഷേധിച്ചിട്ട് അവർ വ്യാഖ്യാനിച്ചപ്പോൾ അവരും വ്യാഖ്യാനിച്ചത് ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ച അതേ ആശയം തന്നെ ഈ നിഷേധിച്ചവരെല്ലാം വ്യാഖ്യാനിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന പെശക് എന്താണ്? ശങ്കരാചാര്യരുടെ വ്യാഖ്യാനത്തെ മനസ്സിലാക്കാതെ അതിനെ നിഷേധിച്ചു. എന്നിട്ട് ഞങ്ങളുടെ വ്യാഖ്യാനമാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം തന്നെ. അതാണ് ഇതിൽ ഏറ്റവും വിചിത്രമായിരിക്കുന്ന ഒരു സംഗതി. ആ കാലത്തിന്റെ വ്യത്യാസത്തെ കണക്കിലെടുത്തില്ല. വൈദിക കാലത്തിലേക്ക് വേണ്ടി ശങ്കരാചാര്യർ പറഞ്ഞത് അതിനെ ഈ കാലത്തിലേക്ക് നമ്മൾ പരിവർത്തനപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ഈ നിസ്വാർത്ഥ സേവനവും ഈശ്വര ആരാധനയും ഒരുമിപ്പിക്കുക എന്നുള്ള ആശയമാണ് ഇതിന് വന്നിരിക്കുന്നത്. ആ കാലഭേദത്തെ കണക്കിലെടുക്കാതെ വ്യാഖ്യാനിച്ചിട്ട് അത് അബദ്ധമാണെന്നും ഞങ്ങളുടെ വ്യാഖ്യാനം ശരിയാണെന്നും അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് വലിയ അബദ്ധമാണ്. പലരുടെയും വ്യാഖ്യാനങ്ങൾ ആ രീതിയിൽ ശങ്കരാചാര്യ മനസ്സിലാക്കാതെ വ്യാഖ്യാനിച്ചിട്ട് അവസാനം ശങ്കരാചാര്യ വ്യാഖ്യാനത്തിൽ തന്നെ എത്തിയിരിക്കുന്നതാണ് നമ്മൾ മറ്റു വ്യാഖ്യാനങ്ങൾ നോക്കിയാൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ പ്രകടനത്തെക്കുറിച്ച് തന്നെ പറയുന്നത് ഇനി അടുത്ത് ഇതിവിടെ തീരുന്നില്ല. സമുച്ചയത്തെക്കുറിച്ച് അടുത്ത മന്ത്രത്തിലാണ് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ചുള്ള അനുഷ്ഠാനത്തെ നിന്ദിക്കുകയാണ്. അടുത്തതിലാണ് ശരിക്കും സമുച്ചയം വരുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചതേ ഉള്ളൂ. അടുത്ത് നോക്കുക, അടുത്ത മന്ത്രം. അന്യദേവാഹു വിദ്യയ അന്യദാഹുരവിദ്യയ ഇതി ശുശ്രുമധീരാണാം ഏനസ്തത് വിചചക്ഷിരേ. അന്യത് ഏവ ആഹുഹു വിദ്യയ അന്യത് ആഹുഹു അവിദ്യയ ഇതി ശുശ്രുമ ധീരാണാം യേ നഹ തദ് വിചചക്ഷിരേ. അന്യത് ഏവ ആഹുഹു വിദ്യയ അന്യത് ആഹുഹു അവിദ്യയ ഇതി ശുശ്രുമ ധീരാണാം യേ നഹ തദ് വിചചക്ഷിരേ. അങ്ങനെയാണ് അത് പദം പിരിക്കുന്നത്. ഇനി ഞാനൊന്ന് വായിക്കാം. അന്യദേവാഹു വിദ്യയ അന്യദാഹുരവിദ്യയ ഇതി ശുശ്രുമധീരാണാം യേനസ്തദ്വിചചക്ഷിരേ. ഈ അദ്വൈതം പഠിക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും വരുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. എനിക്കും വന്നിട്ടുള്ളതാണ്. കാരണം അദ്വൈതം നമ്മൾ ആദ്യം മനസ്സിലാക്കുമ്പോൾ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്റെ ഒരു ഭാഗം മാത്രം, ഈ ജ്ഞാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ത്യാഗത്തെക്കുറിച്ച് സന്യാസത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അല്ലെങ്കിൽ അതേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. ഈ അദ്വൈതം എന്ന് പറയുന്നത് ഒരു സമഗ്രമായൊരു കാഴ്ചപ്പാടാണ്. അത് ശങ്കരാചാര്യ ഭാഷയിലാണെങ്കിൽ എല്ലാ വർണ്ണങ്ങളെയും എല്ലാ ആശ്രമങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ആദ്യം കിട്ടാതെ പോകും. അതുകൊണ്ട് ആദ്യം നമ്മൾ ചില ആശയക്കുഴപ്പത്തിൽപ്പെടും അദ്വൈതം പഠിക്കുന്നവർക്ക്. ആശയക്കുഴപ്പം എന്ന് പറയുന്നത് സന്യാസം, ത്യാഗം, തത്വജ്ഞാനം ഇതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളാണ്. അതാദ്യം വരും. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ ഉടൻ മനസ്സിൽ വരുന്നത് ഉടൻ തന്നെ വീട് വിട്ടിറങ്ങുക, ചണ്ടി കിടക്കുക, ഫ്രീ ആയിട്ട് ചാപ്പാട് കഴിക്കുക,
ജോലി ചെയ്യാതെ ജീവിക്കുക, ഇങ്ങനെ ഒരു ധാരണമാണ്. ഒരുപക്ഷെ എന്റെ അത്രയും ആശയക്കുഴപ്പം നിങ്ങൾക്ക് വന്നിരിക്കില്ല. കാരണം ഞാനിത് പ്രായോഗികമായി കുറെ അനുഷ്ഠിച്ചു നോക്കിയ ആളാണ്. ഫ്രീ ആയിട്ട് ചാപ്പാടൊക്കെ കഴിച്ചു നോക്കിയാണ്. പിന്നീടായത് മനസ്സിലായത് നമ്മൾ കാണിക്കുന്ന അബദ്ധമാണ്. ഒരുപക്ഷെ നിങ്ങളാരും അങ്ങനെയുള്ള അബദ്ധത്തിൽ ചാടിയിട്ടില്ല, അത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു നല്ല സ്ഥാനത്ത് വന്നു ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ദുര്യോഗം സംഭവിച്ചില്ല. അപ്പൊ അത് അങ്ങനെയല്ല. ഈ ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതത്തിനും പിന്നെ ഒന്നും ഈ അലഞ്ഞു കിടക്കുന്നതിലും ഉത്തരവാദിത്വമില്ലാതെ ജീവിക്കുന്നതിലും സന്യാസമെന്നോ ത്യാഗമെന്നോ പറഞ്ഞ് കള്ളകൊണ്ട് കയറി നടക്കുന്നതിലൊന്നും യാതൊരു സ്ഥാനവുമില്ല. ആ സന്യാസം ഇതുമായിട്ടൊന്നും അല്ല. ആ സന്യാസം എന്ന് പറയുന്നതിലും വളരെ മാന്യമായ ജീവിതം തന്നെയാണ്. മാന്യമായി അന്തസ്സായി ജീവിക്കുന്നത് തന്നെയാണ് സന്യാസം. അതിൽ ഈ നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലല്ല. ആ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഗൃഹസ്ഥനും ഇന്നതൊന്നും ഇല്ലെങ്കിലും ബ്രഹ്മചാരിക്കും ത്യാഗിക്കും എല്ലാവർക്കും അതിൽ സ്ഥാനങ്ങളുണ്ട് ഈ അദ്വൈതത്തിൽ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒന്നിനെ അത് നിഷേധിക്കുന്നതല്ല, മറിച്ച് എല്ലാത്തിനും ഉൾക്കൊള്ളുകയാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ സന്യാസത്തിൽ ഈ പറയുന്ന രീതി നമ്മൾ കാലാനുസൃതമായ രീതി അതിനെ മനസ്സിലാക്കുമ്പോൾ അവിടെ കർമ്മയോഗവും അജ്ഞന്റെ കർമാനുഷ്ഠാനവും കർമ്മയോഗവും വരുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കാലാനുസൃതമായ രീതി വരുമ്പോൾ അതിന് അധികാരി ഭേദമനുസരിച്ച് വരുമ്പോൾ അതിൽ സാമൂഹ്യ സേവനവും എല്ലാം നമുക്കത് ഉൾക്കൊള്ളിക്കാം. എല്ലാം അതിൽ വരും. ഇതൊന്നും ഇല്ലാതെ വരുന്ന ആ കാലത്താണ്, വൈദിക കാലത്താണ്. ഈ കാലത്തിലേക്ക് അതിനെ നമ്മൾ കൊണ്ടുവന്ന് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട് സന്യാസത്തിൽ. അല്ലാതെ ഇതൊന്നുമില്ല, ലൗകികമില്ല, ആത്മീയമില്ലാത്ത ഒരു സന്യാസം അത് ശങ്കരാചാര്യ അതൊരിക്കലും വീക്ഷിച്ചിട്ടില്ല. ശങ്കരാചാര്യ പറയുന്ന ആ പരമമായ സന്യാസം എന്ന് പറയുന്നു സർവകർമ്മ സന്യാസ പൂർവകമായിട്ട് ആ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് വളരെ അപൂർവം പേർക്കുള്ളതാണ്, ജനസാമാന്യത്തിനുള്ളതല്ല. ശങ്കരാചാര്യ പറയുന്ന കർമ്മവും കർമ്മയോഗവും എന്ന് പറയുന്നതാണ് ജനസാമാന്യത്തിനുള്ളത്, സാധാരണ മനുഷ്യരെല്ലാം അതിപ്പെടുന്നതാണ്. അപ്പോൾ അവിടെ ആശ്രമങ്ങൾക്കും സാമൂഹ്യ സേവനത്തിനും എല്ലാം അതിൽ പ്രസക്തിയുണ്ട്. ആ പരമമായ നിഷ്ഠയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ തന്നെ പറയും ഇതിനൊന്നും പ്രസക്തിയില്ല. പക്ഷെ അതിന്റെ സാമാന്യ തലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിനെല്ലാം പ്രസക്തിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കാലാനുസൃതമായ ആധ്യാത്മിക ജീവിതവും എന്ന് പറയുന്നത് ഈ പറയുന്ന ഉപാസന കർമ്മത്തെ സമുച്ചയിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് ശങ്കരാചാര്യ പറയുന്നത്. ആ സമുച്ചയത്തെയാണ് ശങ്കരാചാര്യ ഇവിടെ പറയുന്നത് സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരന് വേണ്ടിയിട്ട്. അത് നമ്മൾ പഴയ ആശ്രമ വ്യവസ്ഥയിൽ നിന്നും മാറ്റി ഇന്നത്തെ കാലത്തിനനുസരിച്ച് ചിന്തിക്കുമ്പോൾ, അതുകൊണ്ട് നമ്മുടെ സന്യാസം അദ്വൈതം പഠിക്കുമ്പോൾ ആരുടെയും മനസ്സിൽ അങ്ങനെ ഒരു സംശയം വരരുത്, നമ്മുടെ സന്യാസം ശരിയാണോ, ശങ്കരാചാര്യർ പറഞ്ഞ സർവകർമ്മ സന്യാസം നമ്മൾ അനുഷ്ഠിച്ചോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മതിയോ സന്യാസം? വടക്കേ ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഇതുപോലെയുള്ള സർവകർമ്മ സന്യാസം അനുഷ്ഠിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ആശ്രമമൊക്കെ വീഴ്ച കള്ളവണ്ടി കയറി നടക്കുന്നവർ. എന്തൊരു ഗതികെട്ട ജീവിതമാണ്. ആണുങ്ങളാണെങ്കിൽ പിന്നെ എങ്ങനെയും ജീവിക്കും. ഇതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ, തെറ്റായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുകൊണ്ട് വരുന്ന അപജയമാണ് അത് ജീവിതത്തിന് വരുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം നശിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിന്റെ ശരിയായ മാർഗത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ മാർഗത്തിൽ നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് അദ്വൈത വേദാന്തം ഒന്നും എതിരല്ല. ആരെങ്കിലും അങ്ങനെ അദ്വൈത വേദാന്തത്തെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അവർ കാര്യം മനസ്സിലാക്കാതെ സ്വയം വഴിതെറ്റി മറ്റുള്ളവരെയും വഴിതെറ്റിപ്പിക്കുന്നതായിരിക്കും എന്നാണ് നമ്മൾ ഈ ശാങ്കര ഭാഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയുന്നുണ്ട് അത് സ്വീകരിക്കേണ്ട കാര്യമില്ല എന്നാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇനിയിവിടെ പറയുന്നു അന്യത്, ഇതിന്റെ ഭാഷ്യമാണ്. പൃഥക് ഏവ വിദ്യയാ ക്രിയതേ,
ഫലം ഇതി ആഹോർ വദന്തി. അന്യത് അതിന്റെ വ്യാഖ്യാനം വളരെ സിമ്പിളാണ്. എന്നുവെച്ചാൽ വേറെയാണ്. വിദ്യയാ ഫലം ക്രിയതേ, വിദ്യയുടെ ഉപാസനയുടെ ഫലം വേറെയാണ്. ഇത്യാഹു വദന്തി എന്ന് പറയുന്നുണ്ട് ആചാര്യന്മാര്, അല്ലെങ്കിൽ ശ്രുതി പറയുന്നു. എങ്ങനെ? വിദ്യയാ ദേവലോക, വിദ്യ കൊണ്ട് ഉപാസന കൊണ്ട് ദേവലോകപ്രാപ്തിയാണ്. വിദ്യയാ തദാരോഹന്തി, വിദ്യ കൊണ്ട് ആ സ്ഥാനങ്ങളെ പ്രാപിക്കുന്നു, ദേവതാ സ്ഥാനങ്ങളെയും മറ്റും പ്രാപിക്കുന്നു. ഇത് ശ്രുതേഹി എന്ന് ശ്രുതി പറയുന്നുണ്ട്. അന്യത് ആഹുരവിദ്യയ, അവിദ്യ കർമ്മം കൊണ്ട് അന്യത് വേറെയാണ് ഫലം. കർമ്മണ ക്രിയതേ, കർമ്മണ പിതൃലോക, കർമ്മം കൊണ്ട് പിതൃലോകം കിട്ടുന്നു. ഇവിടെ പിതൃലോകം സ്വർഗലോകം എന്നൊക്കെ പറയുന്നു, ഒരേ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർമ്മം കൊണ്ട് സ്വർഗലോകത്തെ കിട്ടുന്നു, ഉപാസന കൊണ്ട് ബ്രഹ്മലോകപ്രാപ്തി, ഹിരണ്യഗർഭപദപ്രാപ്തി. കർമ്മം കൊണ്ടെന്താണ്? സ്വർഗലോകത്തിൽ എന്ന് വെച്ചാൽ ഭോഗഭൂമികളിലേക്ക് പോവുകയാണ്. ഇവിടെ സ്വർഗലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ഒരു ഭോഗഭൂമിയിൽ എത്തിച്ചേരുക, അവിടെ ചെന്ന് ഈ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുക, പുണ്യഫലത്തെ അനുഭവിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ശ്രുതേഹി, ഇതും ശ്രുതി പറയുന്നുണ്ട്. രണ്ടിന്റെയും വേറെ വേറെ ഫലത്തെ പറഞ്ഞിരിക്കുന്നു. ഇത്യേവം ശുശ്രുമ ശ്രുതവന്തഃ വയം ധീരാണാം ധീമതാം വചനം, ധീരന്മാരുടെ, ധീ എന്ന് വെച്ചാൽ ബുദ്ധി എന്നാണ്. അപ്പൊ ധീരൻ എന്ന് വെച്ചാൽ ധീമാൻ, ബുദ്ധിമാൻ എന്നർത്ഥം. അല്ല നമ്മൾ സാധാരണ പറയുന്ന രീതിയിൽ ചങ്കൂറ്റമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലല്ല. ധീരാണാം എന്ന് വെച്ചാൽ ധീമത, ബുദ്ധിമാന്മാരുടെ വചനം. സൂക്ഷ്മ ബുദ്ധികളായിട്ടുള്ള ആചാര്യന്മാരത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഫലം വേറെ വേറെയാണ്. അതുകൊണ്ട് ഇത് രണ്ടും പ്രത്യേകം നിങ്ങൾ അനുഷ്ഠിക്കരുത് എന്നർത്ഥം. ഏ ആചാര്യാഹ, ഏതാചാര്യന്മാരാണോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, ആരാണ്? പൂർവ്വാചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. നഹ പറയുന്ന അസ്മഭ്യം, നഹയുടെ അർത്ഥമാണ്, ഞങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട്. തത് കർമ്മച്ച ജ്ഞാനം ച, കർമ്മത്തെക്കുറിച്ച് ജ്ഞാനത്തെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. വിചക്ഷിരേ, അതിന്റെ അർത്ഥം പറയണു വ്യാഖ്യാതവന്തഃ, ആചാര്യന്മാർ എന്താണ് കർമ്മം എന്താണ് ജ്ഞാനം എന്ന് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. തേഷാം അയം ആഗമഃ, തേഷാം അവരുടെ, അയം ആഗമഃ, ആഗമം എന്ന് വെച്ചാൽ ഉപദേശം. ഈ ഉപദേശം, അതിനെ ആഗമം എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഉപദേശത്തെ? അതാണ് അടുത്ത് പറയുന്നത്. പാരമ്പര്യ ആഗതഃ, പാരമ്പര്യത്തിലൂടെ വന്നു ചേരുന്നതാണ്, ഗുരു പരമ്പരയിലൂടെ വന്നു ചേരുന്നതാണ്. ഈ കർമ്മത്തെക്കുറിച്ചുള്ള വിദ്യയും ഉപാസനയെക്കുറിച്ചുള്ള വിദ്യയും ഇതെല്ലാം ഗുരു പരമ്പരകളിലൂടെ വന്നു ചേർന്നതാണ് എന്നർത്ഥം. അപ്പൊ ഈ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് തന്നെ ആരും നമ്മുടെ ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന ആചാര്യന്മാരോ അല്ലെങ്കിൽ നമുക്ക് മുമ്പ് ജീവിച്ചിരുന്നവരോ ആരും പുതിയതായി ബ്രഹ്മവിദ്യ സൃഷ്ടിച്ചിട്ടില്ല. ഈ വിദ്യ എന്ന് പറയുന്നത് അനാദിയായ കാലം മുതൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ ഹിരണ്യഗർഭനിൽ നിന്ന് തുടങ്ങിയതാണ് ഈ വിദ്യ. അത് ഗുരു പരമ്പരകളിലൂടെ വരുന്നേ ഉള്ളൂ. ഒരാചാര്യനും പുതിയൊരു വിദ്യയെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നർത്ഥം. കാലാനുസൃതമായി ഈ വിദ്യയെ ആവിഷ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ആചാര്യന്മാർ ചെയ്തിട്ടുള്ളത്. അത് ഒരാചാര്യനും പുതിയൊരു വിദ്യ, ആത്മവിദ്യയെ പുതിയൊരു വിദ്യയെ ഒരാചാര്യനും വെളിപ്പെടുത്തിയിട്ടില്ല. അതെല്ലാ ആചാര്യന്മാരും ഇതിനെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് ഏത് ലോകത്തായാലും ശരി, ഏത് ഭാഷയിലായാലും ശരി, ഏത് മതത്തിലായാലും ശരി. ഒരാചാര്യൻ വെളിപ്പെടുത്തുന്നത് ആ ഈശ്വരനിൽ നിന്ന് വന്ന, ഇത് ഈശ്വരനിൽ നിന്ന് വന്നതാണ്. ഈശ്വരപ്രോക്തമാണ് വേദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ സൃഷ്ടിച്ചാണെന്ന് പറയുന്നത്. കാരണം ഈ അറിവെന്ന് പറയുന്നത് ഈശ്വരീയമായ അറിവ് ഈശ്വരനിൽ നിന്ന് വന്നത് തന്നെയാണ്. ഇത് അനാദിയാണ്. അതുകൊണ്ട് ഇത് ഗുരു പരമ്പരകളിലൂടെ വന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആത്മവിദ്യയുടെ പഠിക്കുന്നിടത്തെല്ലാം ഗുരു പരമ്പരയെ സ്മരിക്കുന്നത്. നമ്മുടെ ഗുരു ഉൾപ്പെടെയുള്ള ഗുരു പരമ്പരയെ സ്മരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഗുരു പരമ്പരകളിലൂടെ വന്നതാണ്. ആ ജ്ഞാനത്തെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടവരെ നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നു. അതിനവർ പൂർണ്ണതയിൽ ഉൾക്കൊണ്ട് അജ്ഞന്മാരായ ജീവന്മാരോടുള്ള കാരുണ്യം കൊണ്ട് അതിനവരെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടിത് ഗുരു പരമ്പരയിലൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ശരിയായ ഗുരു പരമ്പരയിലൂടെ വന്ന വിദ്യയാണ് നമ്മൾ ഗ്രഹിക്കുന്നത് ഭാഷ്യത്തിലൂടെ, ആചാര്യസ്വാമിയിലൂടെ, അല്ലെങ്കിൽ ശ്രുതി ഉപനിഷത്തിലൂടെ, നമ്മുടെ ആചാര്യനിലൂടെ ഗ്രഹിക്കുന്നത് ആ വിദ്യയാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ആരുടെയും, പ്രത്യേകിച്ച് ആരുടെയും സ്വന്തമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആ വിദ്യയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കർമ്മത്തെക്കുറിച്ചും ഉപാസനയെക്കുറിച്ചും അതിന്റെ പ്രത്യേക അനുഷ്ഠാനത്തെക്കുറിച്ചും
അതിന്റെ സമുച്ചയാനുഷ്ഠാനത്തെക്കുറിച്ചുമുള്ള എല്ലാ ചിന്തകളും നമ്മൾ ആദ്യന്തം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ആചാര്യന്മാരുടെ ചിന്തകളെല്ലാം ഇതിന് ഒരു പൊരുത്തം കാണും. അത് ഒരുമിച്ചിരിക്കുന്നതന്നെ കാണും. പൊരുത്തം കാണുമ്പോൾ ചോദിക്കും, അത് ദ്വൈതവും വിശിഷ്ടാദ്വൈതവും അദ്വൈതവും എല്ലാം തമ്മിൽ പൊരുത്തമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ദ്വൈതവും വിശിഷ്ടാദ്വൈതവും എല്ലാം ഇതിന്റെ ഓരോ അംശത്തിൽ എല്ലാം പരമമായ ലക്ഷ്യത്തിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാം പരസ്പരം പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ശങ്കരാചാര്യര് അദ്വൈതത്തെ സമർത്ഥിക്കുമ്പോൾ അതിന് ദ്വൈതത്തിന്റെ സ്ഥാനത്തെ നിഷേധിക്കുന്നില്ല, ദ്വൈതത്തെ അവിടെ അംഗീകരിക്കുന്നുണ്ട്. കർമ്മത്തിന്റെ സ്ഥാനത്തെ നിഷേധിക്കുന്നില്ല, കർമ്മത്തെ അംഗീകരിക്കുന്നു. ഉപാസനയുടെ സ്ഥാനത്തെ നിഷേധിക്കുന്നില്ല, അതിനെ അംഗീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള, നമുക്ക് പലതവണയും പറഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആധ്യാത്മിക സാധനങ്ങളും അതാതിന്റെ സ്ഥാനത്തിൽ അതാതിന്റെ അധികാരികൾക്ക് യോഗ്യമാണെന്നുള്ള നിലയ്ക്ക് അദ്വൈതത്തിൽ അതിനെയെല്ലാം സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പാരമ്പര്യ ആഗത, പാരമ്പര്യത്തിലൂടെ വന്നു ചേർന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ആഗമം എന്ന് ഭാഷ്യകാരൻ പറഞ്ഞത്. അതുകൊണ്ട് ശ്രുതി പറഞ്ഞ എന്താണ്? വിജചക്ഷുരേ, ഞങ്ങൾക്കിത് വ്യാഖ്യാനിച്ചു തന്നതാണ്, പുതുതായി കണ്ടുപിടിച്ച് പറഞ്ഞു തന്നതല്ല. നിലവിലുള്ളതിനെ തന്നെ ഞങ്ങളുടെ ഗുരുക്കന്മാരിതിനെ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതാണ്, അവർക്ക് വെളിപ്പെട്ട സത്യത്തെ വിശദീകരിച്ചു തന്നതെന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ അർത്ഥം ഞാൻ പറയാം. വിദ്യയാ, ഉപാസനയിലൂടെ, വിദ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപാസന എന്നാണ്. വിദ്യയാഹ, വിദ്യയുടെ ഫലം എന്നിവിടെ ചേരും. ഫലം അന്യത് ആഹുഹോ, വേറെയാണ് എന്ന് പറയുന്നു. ഉപാസനയുടെ ഫലം വേറെയാണ്, ദേവതാപ്രാപ്തിയും മറ്റുമാണ്. അവിദ്യയാ, അവിദ്യയുടെ ഫലം അന്യതാഹു, വേറെയാണ്. കർമ്മം, അവിദ്യ എന്ന് വെച്ചാൽ കർമ്മം, അതിന്റെ ഫലം അന്യമാണ്. ഇവിടെ അവിദ്യ കർമ്മം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഷ്കാമ കർമ്മമല്ല, സകാമ കർമ്മം. അതിന്റെ ഫലം അജ്ഞാനമാണ്, അന്ധകാരമാണ്. ഇതി എന്നുള്ള കാര്യം ഏത് ആണോ പൂർവാചാര്യന്മാർ, ധീരാണാം, ബുദ്ധിമാന്മാരാണ്, അങ്ങനെയുള്ള ആചാര്യന്മാരാരാണോ അവരുടെ ആ വാക്കിനെ നഹ ഞങ്ങൾക്ക് ബിജചക്ഷുരെ വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട്. ആചാര്യന്മാരുടെ, പൂർവാചാര്യന്മാരുടെ ഇതിനെ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ആചാര്യന്മാർ, അല്ലെങ്കിൽ ശ്രുതി അത് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പൂർവാചാര്യന്മാരുടെ വചനം ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു. കർമ്മത്തിനും ഉപാസനയുടെയും ഫലം വെവ്വേറെയാണ്, അതുകൊണ്ട് അത് പ്രത്യേകമായി അനുഷ്ഠിക്കാൻ പാടില്ല, മറിച്ച് സമുച്ചയിക്കണം. സമുച്ചയമായി അനുഷ്ഠിക്കുമ്പോൾ അവിടെ നിഷ്കാമ ഭാവനയോടുകൂടി ഈശ്വര ആരാധനയെ സമുച്ചയിച്ച് അനുഷ്ഠിക്കുമ്പോൾ അത് മോക്ഷത്തിന് കാരണമായി തീരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി വരുന്ന ഭാഗത്തുനിന്ന് വ്യക്തമാകും. ഇനി അടുത്തു വരുന്നത് 11ാമത്തെ മന്ത്രമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും.